നമസ്കാരം. ഏഷ്യാനെറ്റിലെ സീരിയലിലൂടെ നമുക്ക് സുപരിചിതയായ ഒരു താരമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സ്വാഗതം ശ്രീ ബിമിത ടിറ്റ. താങ്ക് യു. വലിയ സന്തോഷം. ഏഷ്യാനെറ്റ് പോലെയുള്ള ഒരു വലിയ ചാനലിൽ ഒരു ലീഡിംഗ് ക്യാരക്ടർ, അതും പത്രമാറ്റ് പോലെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് സീരിയലിൽ ഒരു ലീഡിംഗ് ക്യാരക്ടർ ചെയ്യുന്നു. ആ ക്യാരക്ടർ വലിയ വിജയമായിട്ട് ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. പത്രമാറ്റിലെ ജാനകി എന്ന് പറഞ്ഞാൽ കുടുംബ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയാണ്. ജാനകിയുടെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പത്തരമാറ്റിലെ വിശേഷങ്ങൾ എന്ന് പറയാനായിട്ട് ജാനകി എന്നുള്ളതിനേക്കാൾ കൂടുതൽ അനിയുടെ അമ്മ എന്ന് പറഞ്ഞാലാണ് ജനങ്ങളെല്ലാവരും പെട്ടെന്ന് അറിയണത്. അനിയുടെ അമ്മ എന്ന് പറഞ്ഞാൽ പിന്നെ സംശയമില്ല, ജാനകി അറിഞ്ഞില്ലെങ്കിലും അനിയുടെ അമ്മയാണ് പെട്ടെന്ന് എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വന്നത്. അനിയാണ് നമ്മുടെ മകൻ. നമുക്ക് ഈ ചാൻസ് തരുന്നത് ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കുന്ന പറഞ്ഞാൽ നമ്മൾ പോയിരുന്ന റിയാലിറ്റി ഷോയിലെ ഡയറക്ടറായിട്ടുള്ള ശശി സാറുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഈ സീരിയൽ ജോയിൻ ചെയ്യുന്നത്. ഈ സീരിയൽ മാത്രമല്ല, സസ്നേഹം എന്ന് പറഞ്ഞിട്ട് ആദ്യം നമ്മൾ ഏഷ്യാനെറ്റിൽ ആ സീരിയലിലും വന്നതും ശശി സാർ വഴിക്ക് തന്നെയാണ്. അപ്പം എനിക്ക് സസ്നേഹത്തേക്കാൾ കൂടുതൽ ഈ പത്തരമാറ്റിൽ ജോയിൻ ചെയ്തപ്പോഴാണ് അഭിനയത്തെ കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ സാധിച്ചത്. നല്ലൊരു സെറ്റാണ്. ഡയറക്ടറാണെങ്കിലും കൂടെ വർക്ക് ചെയ്യുന്ന ഓരോ ആർട്ടിസ്റ്റുകളും നല്ല പോലെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇപ്പം അനിയാണെങ്കിലും കൂടെ ചെയ്യുമ്പോൾ ചേച്ചി ഇങ്ങനെ ചേച്ചി ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി നന്നായിരിക്കും എന്നൊക്കെ എനിക്ക് പറഞ്ഞു തരും. ഞാൻ അതുപോലെയൊക്കെ ചെയ്യുമ്പോൾ ടി വിയിൽ നമ്മൾ കാണുമ്പോൾ കൊള്ളാം എന്ന് നമുക്കിങ്ങനെ തോന്നാറുണ്ട് എപ്പോഴും. അങ്ങനെ നല്ലൊരു സെറ്റാണ്. പലപ്പോഴും ആർട്ടിസ്റ്റുകളിൽ ഞാൻ കൂടുതലും കണ്ടിരിക്കുന്നത് പരസ്പരം പാര വെക്കലും കുശുമ്പ് കാണിക്കലും ഒക്കെയാണ്. സഹായിക്കില്ല ഒരിക്കലും. അപ്പം അങ്ങനത്തെ ഒരു സെറ്റല്ല. എല്ലാവരും നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും. പ്രത്യേകിച്ച് ഇതൊരു കോമ്പറ്റീഷൻ ഫീൽഡ് കൂടിയാണ്. നമ്മുടെ ഒരു ക്യാരക്ടറിന്റെ പ്രാധാന്യം ഓരോ എപ്പിസോഡിലും ചിലപ്പോൾ കൂടാൻ കുറയാം. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഒന്ന് ഇടിച്ചു നിന്നാൽ മാത്രമാണ് നമ്മുടെ ക്യാരക്ടറിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രാധാന്യം കിട്ടുള്ളൂ എന്നൊക്കെയുള്ള ഡൗട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിപ്പോ പണിക്കർ സാറാണ് ഞങ്ങളുടെ കഥ എഴുതണത്. സ്ക്രിപ്റ്റ് സാറ് ഓരോ ക്യാരക്ടറിനും വേണ്ടത് കറക്റ്റായിട്ട് തരുന്നുണ്ട്. എങ്ങനെ എഴുതണേന്ന് പോലെ ഞങ്ങൾ ചിന്തിക്കും. ഞങ്ങളുടെയൊക്കെ ഓരോ സ്വഭാവങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഓരോന്ന് തരുന്ന പോലെയാണ് ആ കഥ എഴുതി വരുന്നത്. നല്ല രസമായിട്ട്. അങ്ങനെ പിന്നെ പത്രമാറ്റിന്റെ ഡയറക്ടർ, അദ്ദേഹത്തിനും ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡിലൊക്കെ പുരസ്കാരങ്ങളൊക്കെ ഉണ്ട്. സാറിന് ഈ വർഷം ബെസ്റ്റ് ഡയറക്ടർ എന്നുള്ള അവാർഡ് ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും സ്റ്റേജിൽ കയറിയിരുന്നു. ഞങ്ങളുടെ സീരിയലിന് 2ാമത്തെ സ്ഥാനമുണ്ട്, പൊസിഷൻ ഉണ്ട്. 3 വർഷം ആവാറായി. ഏകദേശം ഇപ്പൊ 3 വർഷമായി സീരിയലിൽ തുടങ്ങി. 3 വർഷം ഒരു സീരിയൽ എന്ന് പറഞ്ഞത് ഒരു വലിയ പുതിയ വാർത്തയല്ല. എന്നാലും 3 വർഷത്തിന് വലിയൊരു മൂല്യമുണ്ട്. കാരണം 1 വർഷമോ 2 വർഷമല്ല, 1000 എപ്പിസോഡ് ആവാനുള്ള ഒരു എൻഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയും കാലം എല്ലാവരും ഒരുപോലെ നിൽക്കാന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. നായകനുൾപ്പെടെ എല്ലാവരും ഇന്നും കണ്ടിന്യൂ ചെയ്ത് പോവാണ്, നല്ല സ്നേഹത്തോടു കൂടി തന്നെ. 3 വർഷം ഏഷ്യാനെറ്റിലെ ഒരു സീരിയലുമായിട്ട് മുന്നോട്ട് പോകുന്നു. വിഷ്ണുവാണ് മകനായിട്ട് അഭിനയിക്കുന്നത്. തീർച്ചയായിട്ടും അമ്മയും മകനും ഒരുമിച്ച് സ്ക്രീനിൽ വരുന്ന സമയങ്ങൾ ഒരുപാട് കൂടുതലായിരിക്കും. അവർ തമ്മിലുള്ളൊരു സ്ക്രീനിലുള്ളൊരു കെമിസ്ട്രി ഒക്കെ. അപ്പോൾ വിഷ്ണുവായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീനുകൾ, വിഷ്ണുവിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വളരെ നല്ല സപ്പോർട്ടാണ്. എനിക്കിപ്പോഴും എൻ്റെ 2 മക്കളും ആൺകുട്ടികളായതുകൊണ്ട് അവനെ ആ ഒരു ലെവലിൽ തന്നെയാണ് ഞാൻ കൂടുതലും കാണാറ്. അപ്പോൾ എനിക്ക് അഭിനയിക്കാൻ വളരെ ഈസി ആയിട്ട് വരാറുണ്ട്. ഇപ്പം ഒന്ന് ചെവി പിടിക്കണ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഈസി ആയിട്ട് നമുക്കത് ചെയ്യടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സ്ട്രിക്റ്റായിട്ട് ചെയ്യാൻ ഈസി ആയിട്ട് തോന്നാറുണ്ട്. കാരണം ആൺകുട്ടികളായതുകൊണ്ട് തന്നെ അവരോട് പെരുമാറുന്ന പോലെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോൾ സാറും ചിലപ്പോൾ പറയും ആൺമക്കളായ കാരണം കൊണ്ട് അത് വിമിതയ്ക്കൊരു പുതിയൊരു കാര്യം ചെയ്യുന്ന പോലെയല്ല ചെയ്യുന്നതെന്നൊക്കെ സാറും പറയാറുണ്ട് എപ്പോഴും. പത്രമാറ്റിലെ തന്നെ ഒരുപാട് കോമ്പിനേഷൻ സീനുകൾ മറ്റു വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഫീൽഡിലുള്ള ആർട്ടിസ്റ്റുകളുമായിട്ട് നമ്മൾ ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ വളരെ മറക്കാൻ പറ്റാത്ത ഒരുപാട് നിമിഷങ്ങളൊക്കെ ചിലപ്പോൾ കടന്നു പോയിട്ടുണ്ടാവും. പ്രത്യേകിച്ച് സീരിയലിൻ്റെ ഒരു ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സമയം എടുക്കാനില്ല. അപ്പോൾ സിനിമ പോലെ എല്ലാ പൂർണ്ണതയും നോക്കിയിട്ടൊന്നുമല്ല ചിലപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടി വരിക. സീനുകൾ പെട്ടെന്ന് എടുത്തു തീർക്കേണ്ട ഒരു അവസ്ഥ വരും. ഡയലോഗ് പഠിക്കാൻ, ഡബ്ബിംഗ് ഉണ്ട്, പക്ഷേ എന്നാലും ഡയലോഗ് പഠിക്കാൻ കുറച്ചുകൂടി സമയം കുറവാണ് സിനിമ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ അത്തരം അവസരങ്ങളിൽ നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞ മൊമെന്റുകൾ ഉണ്ടായിരിക്കും കൂടെയുള്ള ഒരു ഭാഗത്തു നിന്ന്. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു എനർജി നമുക്കും കയറും. അങ്ങനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം. അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ സീരിയലിലത്തെ മുത്തശ്ശിയുണ്ട്, ബിന്ദുമ്മ ഡയലോഗൊക്കെ ചിലപ്പോൾ അങ്ങനെ പറയാനൊക്കെ പമ്മിയൊക്കെ ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ആളത് നന്നായി ചെയ്യുമോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും. പക്ഷേ
ടേക്ക് പറഞ്ഞ ആ സെക്കൻഡിൽ ആളങ്ങനെ തന്നെ അങ്ങോട്ട് മാറും. ട്രാൻസ്ഫോർമേഷൻ ഭയങ്കരമായിട്ട്. ഇപ്പൊ സിറ്റുവേഷൻ എന്താണോ, ദേഷ്യമാണെങ്കിൽ ആ ഒരു ഇതിലേക്ക് അങ്ങനെ ഇഴുകി വന്നിട്ട് എന്നിട്ട് ആളുടെ പെർഫോമൻസ് ഒന്ന് അങ്ങോട്ട് കാണണം നമ്മൾ. കരച്ചിലാണെങ്കിലും അതെ, അതുപോലെ തന്നെ. ഭയമാണ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഭയം കറക്റ്റ് ആളുടെ മുഖത്തുണ്ടാവും. ഇപ്പോൾ ഒരു പാമ്പിനെ കണ്ട ഒരു സീൻ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ജലജ പാമ്പ് കടിക്കാൻ വരുന്നത്. ആ സിറ്റുവേഷനിൽ ആള് പകച്ച് അങ്ങനെ ഞാൻ കറക്റ്റ് അമ്മേനെ നോക്കിയിട്ടാണ് എൻ്റെ മുഖത്ത് തന്നെ ആ ഒരു ഭയം കാണിക്കാനായിട്ട് ശ്രമിച്ചത്. അതുപോലെ കരയൊക്കെ ആണെങ്കിൽ, അമ്മ കരയുകയാണെങ്കിൽ നമുക്കും കൂടെ നിന്നിട്ട് കരയാൻ തോന്നിക്കും. ആളുടെ ഒപ്പം നിൽക്കണേന്നുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റായിട്ട് ആളുടെ ഫേസിൽ അത് ഉണ്ടായിരിക്കും. അല്ല, അതുവരെ ആൾക്ക് പറയാൻ പറ്റില്ല, അയ്യോ ഇത്രയും വലിയ ഡയലോഗ് എനിക്ക് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അമ്മ പറയാവോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയായിരിക്കും. പക്ഷെ ടേക്ക് പറഞ്ഞാൽ ഓക്കെ ആയി, സ്ക്രീൻ റെഡിയായി, ക്യാമറ റെഡിയായി എന്ന് കണ്ടാൽ പിന്നെ ആളൊരു പെട്ടെന്നൊരു ചേഞ്ച് ആവല. സെറ്റിൽ എല്ലാവരും പറയുന്ന ഒരു പ്രത്യേക നമ്മൾ തന്നെ മാറും. ആ സിറ്റുവേഷനിൽ നമ്മളും ഓട്ടോമാറ്റിക്കും അമ്മയുടെ കൂടെ നമ്മളും ചേഞ്ചായി, നമ്മളും അഭിനയിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ചേഞ്ച് നമ്മളിലും വരും. കരച്ചിലാണെങ്കിൽ കരച്ചിൽ, ഭയമാണെങ്കിൽ ഭയം. ഇപ്പം അമ്മയ്ക്ക് കേസിൻ്റെ ഇതിൽ അമ്മേനെ കോടതി കൊണ്ടുപോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അഭിനയിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയണതാണല്ലോ. പക്ഷെ വിറച്ച്, കൈയൊക്കെ വിറച്ച് തണുത്ത ഐസായി അങ്ങനെ അമ്മ അത് അഭിനയിച്ചത്. നമുക്ക് അഭിനയിക്കുകയാണെന്ന് തോന്നില്ല, തല കറങ്ങി വീഴുമോ അമ്മ ഇന്ന് വരെ തോന്നിപ്പോവും. അത്ര ഇതിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. ഞാൻ പലപ്പോഴും അത് ശ്രദ്ധിച്ചിട്ടുണ്ട് അമ്മയുടെ ഇതിൽ. പത്രമാറ്റിലെ മുത്തശ്ശന്റെ ക്യാരക്ടർ ചെയ്യുന്ന കൃഷ് ആണെങ്കിലും നിങ്ങളെ ഫാമിലി ഫ്രണ്ടാണ്. പ്ലേ സ്കൂളിന്റെ ആനിവേഴ്സറിക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, ഒന്നിലേറെ വർഷങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. ചെന്നന്നും മുതൽ ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സാണ്. കൃഷിനെ കാണുമ്പോൾ എല്ലാവരും പറയും നല്ല ഏജുള്ള ഒരു 75 വയസ്സിന്റെ ക്യാരക്ടറാണല്ലോ കൃഷി ചെയ്യുന്നത്. പക്ഷെ കൃഷും ഞാനും ഏകദേശം ഒരു ഏജാണ്. കൃഷി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ സ്റ്റുഡിയോയിലെത്തിയിട്ടുണ്ടായിരുന്നു. കൃഷിന്റെ കല്യാണത്തിനൊക്കെ നിങ്ങളുടെ ഒരു സാന്നിധ്യമൊക്കെ ഉണ്ടായിരുന്നു. കൃഷിന്റെ അപ്പൂപ്പന്റെ ഒരു ക്യാരക്ടർ ഈ സീരിയലിൽ ഒരു ഭയങ്കര പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടറാണ്. കൃഷ്ണനും ഇതുപോലെ തന്നെ പെട്ടെന്ന് അഭിനയിക്കുമ്പോൾ ആളുടെ പുരികം, കണ്ണ് ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യണ കാണാം. നമ്മൾ നോക്കി നിന്നാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഓരോ നോട്ടത്തിലുണ്ട് എല്ലാ അർത്ഥങ്ങളും വരുന്ന പോലെയാണ്. ശരിക്കും ഈ സീരിയല് തമിഴ് ഹിന്ദി ഇതിൽ നിന്ന് റീമേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സീരിയലിൽ ശരിക്ക് തമിഴിലും ഹിന്ദിയിലും ഒന്നും കൃഷ് എന്ന് പറയുന്ന ആ ക്യാരക്ടറിന് വലിയ പ്രാധാന്യം ഇല്ല. മലയാളത്തിൽ വന്നപ്പോൾ കൃഷിൻ്റെ ഈ ഒരു അഭിനയ ശൈലി കൊണ്ടായിരിക്കണം മലയാളത്തിലെ മൂർത്തിയപ്പൂപ്പിന് വളരെയധികം പ്രാധാന്യം വന്നു. അതെപ്പോഴും കൃഷി പറയാറുണ്ട്. ആൾ ക്യാരക്ടർ നല്ല അഭിനയമാണ്, പിന്നെ നല്ല അറിവുള്ള ഒരാളാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് അത് പറഞ്ഞു തരും. എൻ്റെ സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ പലപ്പോഴും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആളോട് ചോദിച്ചാൽ ഇന്നതുപോലെ ചെയ്താൽ മതി എന്നൊക്കെ നല്ല ഡയറക്ഷൻ തരാറുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് അറിവുകളുള്ള ഒരാളാണ്. വക്കീലാണ്, ഡോക്ടറേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തും ചോദിക്കാം. വലിയൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. വോയിസ് നല്ല ഒരു സൗണ്ടാണ്. പരസ്യങ്ങളൊക്കെ ധാരാളം ചെയ്തിട്ടുണ്ട്. പത്രമാറ്റ് സീരിയലിലെ എല്ലാ ആർട്ടിസ്റ്റുകളായിട്ടും വളരെ വലിയൊരു സൗഹൃദം ഉണ്ടെന്ന് നമുക്ക് അറിയാം. കാരണം നമ്മുടെ വീട്ടിലെ ഫംഗ്ഷനുകളായാലും ഈ പറഞ്ഞ പോലെ പ്ലേ സ്കൂളിന്റെ ഒരു ആനിവേഴ്സറി ആണെങ്കിലും എല്ലാവരും പങ്കെടുക്കുന്നു. സമ്മാനദാനാണെങ്കിലും ഒരുപാട് കലാപരിപാടികളിലാണെങ്കിലും നിറഞ്ഞ മനസ്സോടെ ഇവരെല്ലാവരും പങ്കെടുക്കുന്നു. മാത്രമല്ല കേരളത്തിന്റെ ഈ അറ്റം തൊട്ട് ആറ്റം വരെയാണ് ഇവരുടെയൊക്കെ വീടുകൾ, അവരുടെയൊക്കെ താമസം. പക്ഷെ അവരെല്ലാവരും തന്നെ പാവർട്ടിയിൽ നമ്മുടെ അവിടേക്ക് എത്തിച്ചേരുന്നു. അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു സൗഹൃദത്തിന്റെ ഒരു പാലമുണ്ടെങ്കിൽ മാത്രമാണ് ഇത്രയും പേർക്കൊക്കെ ഇവിടെ എത്തിച്ചേരാനുള്ള ഒരു മനസ്സുണ്ടാവാറുള്ളൂ. അപ്പൊ ആ ഒരു അടുപ്പം സ്നേഹമൊക്കെ എങ്ങനെ പോകുന്നു? എല്ലാവരുമായിട്ട് നല്ല അടുപ്പമാണ്. ഞാൻ ഓരോ ക്യാരക്ടറിനെയും പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒപ്പമുള്ളതാണ് ജലജിയും ദേവയാനി. അവരെ രണ്ടുപേരെയാണ് ആദ്യം ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ അവർ എറണാകുളത്തും ഒരാൾ ആലുവയിലുമാണ്. ജലജ എന്ന ക്യാരക്ടർ നെഗറ്റീവ് ക്യാരക്ടറും ദേവയാനി എന്ന് പറയുന്ന ക്യാരക്ടർ പോസിറ്റീവ് ക്യാരക്ടറുമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരെയാണ് ഫസ്റ്റ് പരിചയപ്പെടുന്നത്. അപ്പോൾ അവരെയാണ് ഞാൻ ആദ്യം ആനുവൽ ഡേക്ക് കൊണ്ടുവരാനൊക്കെ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ എപ്പോഴും എൻ്റെ ഇടത്തും വലത്തുമായിട്ടോ അല്ലെങ്കിൽ നിൽക്കുന്നത്, ഞങ്ങൾ ഈ സീരിയലിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞങ്ങൾ ഈ 3 പേരിങ്ങനെ എല്ലാ നേരവും ഒരു ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രെയിമിൽ ഞങ്ങൾ 3 പേര് എപ്പോഴും ഉണ്ടാവും. ഒന്നെങ്കിൽ ഞാനും ജലജയായിട്ടാവും, അല്ലെങ്കിൽ ഞാനും ദേവയാനിയോ, അല്ലെങ്കിൽ ഞങ്ങൾ 3 പേരും ഒരൊറ്റ സൈഡിൽ സാർ എപ്പോഴും നിർത്താം. അപ്പോൾ അവരുമായിട്ടുള്ള കമ്പനി അത്രയും അടുത്തു. നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ 3 പേരും. അങ്ങനെ അതിൽ ഈ ചെറുമക്കൾ എന്ന് പറയുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നയന, എൻ്റെ മരുമകളായ ഗ്രീഷ്മ,
ഇവരൊക്കെ ഭയങ്കര വില്ലത്തിയൊക്കെ ആണെങ്കിലും നെഗറ്റീവ് ഷെയ്ഡ്. ഭയങ്കര സോഫ്റ്റ് ക്യാരക്ടറാണ് എല്ലാവരും. അബിയുടെ ക്യാരക്ടർ ഉണ്ട്, ഭയങ്കര വില്ലൻ്റെ ഒരു ക്യാരക്ടറാണ്. ആളുകൾക്ക് കണ്ട വെറുപ്പും ദേഷ്യമാണ് ഗ്രീഷ്മേനെയും അബിനെയും. പക്ഷെ രണ്ടുപേരും ഭയങ്കര പാവം ക്യാരക്ടേഴ്സാണ്. ശരിക്കും നമ്മുടെ സെറ്റിൽ അബി ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു നല്ലൊരു കോമഡി വൈബാണ്. എല്ലാ നേരവും എല്ലാവരുടെ അടുത്തും ഡാൻസ് ഒക്കെ ചെയ്യുന്ന ഡാൻസ്. അതന്നെ അതന്നെ ക്യാരക്ടറിന്റെ പേരാണ് ഞാൻ പറയണത്, അബി. ആകാശ് എന്നാ ശരിക്കും പേര്. പക്ഷെ അവൻ ഡാൻസറാണ്. പിന്നെ എല്ലാവരോടത്തും അവനിങ്ങനെ ഒരു ബട്ടർഫ്ലൈയുടെ പോലെ പറന്ന് നടന്ന് എല്ലാവരും സന്തോഷിപ്പിച്ച് ചിരിപ്പിച്ച് കളിപ്പിച്ച് അങ്ങനെ പോകുന്നൊരു ക്യാരക്ടറാണ്. അതുപോലെ ഗ്രീഷ്മ എന്ന് പറയുന്നത് ഇതിലത്തെ അനാമിക എന്ന് പറയുന്ന ക്യാരക്ടർ, എൻ്റെ മരുമകൾ അനിയുടെ ഭാര്യയായിട്ടുണ്ടായിരുന്ന നെഗറ്റീവ് ക്യാരക്ടറാണ്. പക്ഷെ ആള് ആ ഷൂട്ടിൻ്റെ ടൈമിന് വന്ന് കറക്റ്റ് കാര്യങ്ങൾ ചെയ്യും. കുറേ നേരം എൻ്റെ അടുത്തിരുന്ന് കുറേ നേരം സംസാരിക്കും. അപ്പോൾ ആ സമയത്ത് മാത്രമേ ആൾ ശ്രദ്ധ വരുള്ളൂ കേട്ടോ. ബാക്കിയുള്ള നേരമൊക്കെ ആൾ സ്ക്രിപ്റ്റ് വായിക്കുകയോ പിടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ആളുടേതായ കാര്യങ്ങൾ ചെയ്ത് മാറിയിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ എൻ്റെ എപ്പോഴും വർത്താനം പറഞ്ഞ് എപ്പോഴും കൂട്ടുകൂടുന്നത് ദേവയാനിയായിട്ടാണ്. ഞാൻ ദേവയാനി ഫുൾ ടൈം ഉണ്ടാവും എന്തെങ്കിലും. ക്യാരക്ടറിൻ്റെ പേരാ രശ്മി എന്ന ശരിക്കുള്ള പേര്. അപ്പോൾ ആളെപ്പോഴും ഇങ്ങനെ സംസാരിക്കാനായിട്ടുണ്ടാവും. പിന്നെ നയനയും ഫുൾ ടൈം ഉണ്ടാവും. നയനയുടെ അമ്മയായിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ കമ്പനി. അവിടെ ആ സെറ്റിലെ ഏറ്റവും കമ്പനി ഞങ്ങൾ നയനയുടെ അമ്മ സീന എന്ന് പറയും. സീനുമായിട്ടാണ് ഏറ്റവും അടുപ്പം. സീനു കൂടുതൽ സമയം ഫ്രീ ആയിരിക്കും. അപ്പം ഞാൻ ഫ്രീ ആവണ സമയം മുഴുവൻ സീനുവിൻ്റെ അടുത്ത് വന്ന് ചെന്നിരുന്ന് സംസാരിക്കും. ഞാനും ദേവയാനിയും മിക്കവാറും ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കും. പിന്നെ ജലജ ഉണ്ടാവും. എല്ലാത്തിൻ്റെയും അവളുടെ ഒരു ഡ്രസ്സിങ്ങും ഒക്കെ ഡിഫറെൻ്റ് ആണല്ലോ. അപ്പം അതൊക്കെ മനസ്സിലാക്കാൻ ഞാനും എപ്പോഴും കൂടെ ചേരും കേട്ടോ. അങ്ങനെ വളരെ വലിയൊരു അടുപ്പവും സൗഹൃദം തന്നെയാണ്. നല്ല സ്നേഹമാണ് എല്ലാവരുമായിട്ടും. പിന്നെ വീട്ടിൽ ഞങ്ങളുടെ ഇവിടെയുള്ളത് മുത്തശ്ശിയും ഞങ്ങളുടെ റൂമിൽ തന്നെ. എല്ലാവരും ഒരു റൂമിലായിരിക്കുന്നത്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ചയർ വേണം അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഒരു നിർബന്ധങ്ങളില്ല. കിട്ടിയ സ്ഥലത്ത് നിലത്താണെങ്കിലും ഇരിക്കും, നിലത്താണെങ്കിലും കെടുക്കും. അങ്ങനെ ഒരു വെയിറ്റോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത കുറേ പിള്ളേർ അവിടെ ഉള്ളത്. അങ്ങനത്തെ ഒരു സെറ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പക്ഷെ ഇങ്ങനത്തെ ഒരു സെറ്റ് അല്ലെങ്കിൽ ഞാൻ നിർത്തിപ്പോരുകയൊക്കെ ചെയ്തതന്നെ. തിരുവനന്തപുരത്ത് എവിടെയാണ് ഇതിന്റെ ഷൂട്ടൊക്കെ? പോത്തങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട്. ഒമാൻ ഹൗസ് എന്നാണ് ഈ വീടിന്റെ പേര്. അപ്പോൾ അവിടെയാണ് ഫുൾ ഷൂട്ട് നടക്കുന്നത്. എനിക്ക് കൂടുതലും 3 വർഷമായിട്ട് അത് പത്തനംതിട്ടയിലൊരു പ്രധാന ലൊക്കേഷൻ പോത്തങ്കോടിലെ വീടാണ്. പിന്നെ വേറെ 2 വീടുകളുണ്ട്. നയനയുടെ സ്വന്തം വീട് എന്ന് പറഞ്ഞിട്ട് നീനാക്കുറുപ്പൊക്കെ അവിടെയാണ്. നീനാക്കുറുപ്പുമായിട്ട് നല്ല അടുപ്പാണ് കേട്ടോ. അവരുടെ വീടാണ് പിന്നൊരു ലൊക്കേഷനായിട്ടുള്ളത്. അപ്പം നീനാക്കുറുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ എത്രയോ എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ആളാണെങ്കിലും നമ്മളോടൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് സംസാരിക്കണത്. അപ്പം ആൾക്ക് നമ്മുടെ വീട്ടിൽ വരാൻ പറ്റിയിട്ടില്ല കേട്ടോ. ക്യാരക്ടർ കുറച്ച് ഗ്യാപ്പ് വരുന്ന രീതിയിലാണ് അതിന്റെ ഒരു കൺസ്ട്രക്ഷൻ ഉള്ളത്. അപ്പോൾ കുറച്ച് കാണല് കുറവാ. നമുക്ക് ആ വീട്ടിലേക്ക് എപ്പോഴും വരാത്താനും അധികം കാണില്ല. ഇപ്പം നീനമ്മയൊക്കെ ആണെങ്കിൽ അമ്മയുടെ എക്സിക്യൂട്ടീവ് മെമ്പറൊക്കെ ആണല്ലോ. എന്നിട്ടും കൂടി അവിടെ വന്നു കഴിഞ്ഞാൽ നിലത്തൊക്കെ ഇരിക്കും. ആള് നിലത്തിരുന്നിട്ടൊക്കെ നമ്മളായിട്ട് സംസാരിക്കണത്. സീനിയർ ആർട്ടിസ്റ്റാണ് ബിന്ദു അമ്മ. ആളൊരു സീനിയർ ആർട്ടിസ്റ്റാണ്. പിന്നെ ടോണി ചേട്ടനുണ്ടല്ലോ. ടോണി ചേട്ടനാണെങ്കിലും ഈ നീനാകുറുപ്പാണെങ്കിലും നമ്മള് ദൂരദർശനില് സീരിയൽ കണ്ടു തുടങ്ങുന്ന കാലം തൊട്ട് ഇവരൊക്കെ നമുക്ക് പരിചയമാണ്. അവരുടെയൊക്കെ പെരുമാറ്റം കണ്ടാൽ നമ്മള് എങ്ങനെയാ നമുക്ക് അഹങ്കാരം വരില്ല. അത്രയും ഇതിൽ അവർ വിനയുള്ള ആൾക്കാരാണ്. അവരിൽ നിന്നാണല്ലോ നമ്മളെല്ലാം പഠിക്കണത്. ടോണി ചേട്ടനായിട്ട് നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു സീൻ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ പറഞ്ഞുതരും, നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ, അങ്ങനെയൊക്കെ നല്ല. അതുപോലെ നീനക്കുറിപ്പും പറഞ്ഞുതരും. ദേഷ്യം പോരാ, അല്ലെങ്കിൽ എനിക്കൊരു സമയത്ത് ഫുൾ നെഗറ്റീവ് ക്യാരക്ടറായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ചൂടാവുമ്പോൾ ഇത് ചെയ്യുന്നുണ്ട് പക്ഷെ അത് പോരാ എന്നൊക്കെ പറഞ്ഞുതരും. അങ്ങനെയൊക്കെ പറഞ്ഞു തരില്ല ഇവരൊന്നും. അവർക്കൊക്കെ അങ്ങനെ നല്ല മനസ്സില്ലേ എന്ന് എനിക്ക് തോന്നാറുണ്ട് എപ്പോഴും. മാത്രമല്ല അവർക്ക് അതിന്റെ ആവശ്യമില്ല. അവരുടെ സ്വാതന്ത്ര്യത്തിൽ വിട്ടുകൊടുക്കുക ചെയ്യാലോ. പത്രമാറ്റിലെ വിശേഷങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു വലിയ ഹിറ്റായ ഒരു സീരിയൽ സസ്നേഹം എന്നുള്ള സീരിയലായിരുന്നു. ആ സീരിയലിന്റെ ഒക്കെ ഒരു ഓർമ്മകള്, ആ സീരിയലും നമ്മുടെ ഉള്ളിലെ ഒരു ആക്ട്രസിനെ മോൾഡ് ചെയ്തെടുക്കുന്നതിൽ ഒരുപാട് പങ്കുവച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് മിക്കവാറും അതായിരിക്കും. ഒരു വലിയ സീരിയൽ എന്നുള്ള ചെറിയ പരിപാടികൾ നമ്മൾ ഷോർട്ട് ഫിലിംസ് ആണെങ്കിലൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ ആദ്യത്തെ ഒരു പ്രൊജക്ട് എന്നുള്ളത് സസ്നേഹമാണ്. സസ്നേഹത്തിന്റെ ഓർമ്മകളൊക്കെ? സസ്നേഹം
സസ്നേഹത്തിൽ ഞാൻ ശരിക്കും ആദ്യമായിട്ട് ഈ സീരിയലിനെ പഠിക്കുന്നത് അവിടെ നിന്നാണല്ലോ. ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഞാൻ അന്ന് വരെ സീരിയൽ ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്, പലതും അങ്ങനെ ചെയ്തേക്കണത് ഒരു കഥയുടെ ആദ്യം തൊട്ട് അവസാനം വരെ ഒരുമിച്ച് ഇങ്ങനെ ചെയ്തു പോവാം. ഫസ്റ്റ് ലൈൻ മുതലായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഈ സീരിയലിൽ വന്ന് ഒരു സീൻ തരുന്നു, ആ സീനിൽ പറയുന്നു മിഡ് എന്ന് പറയുന്നുണ്ട്, ക്ലോസ് എന്ന് പറയുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ക്യൂ എന്ന് പറയുന്നുണ്ട്. ഇതെന്താ ഈ സാധനം എന്ന് ഒരു പിടുത്തവും കിട്ടണില്ല. ഞാൻ ശരിക്കും അങ്ങനെ അന്തം വിട്ട് നിൽക്കുക. അവിടെ ക്യൂ പറയാനാ, എന്താ ക്യൂ എന്ന് അറിയണ്ടേ നമുക്ക്. കാരണം സസ്നേഹത്തിൽ ഭയങ്കര ടെൻഷനും എന്താ ചെയ്യണേന്ന് അറിയണില്ല. പിന്നെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് രേഖ രതീഷാണ്. ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റ് ആണ്. ആളാണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് ഓരോന്നും ചെയ്യും. ആളുടെ ടൈം വേസ്റ്റ് ആക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. ഞാനാണെങ്കിൽ തത്തക പിത്തക വെച്ചിട്ടാണ് നിൽക്കുന്നത്. ഡയലോഗ് കേട്ടിട്ട് പ്രോംപ്റ്റ് ചെയ്യുന്നത് കേട്ട് പറയണം. അതും നമുക്ക് ശീലമൊന്നുമില്ല. നമ്മൾ ഡയലോഗ് പഠിച്ചു അത് പറയുക, അത് ചെറിയൊരു കഷ്ണം എടുത്തു, ശരിയായില്ലെങ്കിൽ വീണ്ടും എടുത്തു, അങ്ങനെ ടൈം എടുത്തൊക്കെയാണല്ലോ നമ്മൾ ഓരോ ഷോർട്ട് ഫിലിം ആയാലും ഓരോന്ന് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ പതറി നിൽക്കുക. നമുക്ക് അഭിനയിക്കാൻ തന്നെ അറിയണില്ല സത്യമായിട്ട്. വളരെ ഫാസ്റ്റായിട്ട് ഇത് വായിച്ച് കേട്ടു പറയുമ്പോൾ നമ്മുടെ മുഖത്ത് ഒന്നും വരുന്നില്ല. പ്രത്യേകിച്ച് കണ്ണിൽ ഒരു സാധനവുമില്ല. ഞാൻ ഇത് കാണുന്നുണ്ടല്ലോ, സീരിയൽ കാണുമ്പോൾ എൻ്റെ മുഖത്ത് യാതൊന്നുമില്ല. ഞാൻ ഈ ഡയലോഗ് പറയാനുള്ളൊരു വെപ്രാളം മാത്രമേ എനിക്ക് കാണാൻ പറ്റണുള്ളൂ. അപ്പം ഇത് എനിക്ക് പറ്റുന്ന പണിയല്ല എന്ന് സസ്നേഹത്തിൻ്റെ ഷൂട്ടിൻ്റെ ഇടയിൽ ഞാൻ തീരുമാനമെടുത്തു. ഈ പണി എനിക്ക് പറ്റില്ല, സീരിയൽ എനിക്ക് പറ്റില്ല. പിന്നെ ഇടയ്ക്ക് പറയും ഫേസിലേക്ക് നോക്കിയിട്ടല്ലേ നമ്മളൊരു ഡയലോഗ് പറയാം. അപ്പം ക്യാമറേനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ച് തെറ്റിച്ച് പറയേ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് നോക്കുമ്പോഴും കണ്ടിങ്ങനെ അപ്പം ചീത്ത വെക്കും. കാരണം ക്യാമറ നിൽക്കുന്നത് ആ പൊസിഷനിലാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കാൻ ടൈം എടുത്തു. ആദ്യത്തെ സീരിയലിൽ കുറേ ചീത്ത കേട്ടു. അതും എനിക്ക് ഈ ഡയറക്ടർ തന്നെയായിരുന്നു, ഷൈജു സുകേഷ് തന്നെയായിരുന്നു. അപ്പോൾ സാറ് ദേഷ്യം വന്ന് സെയിം ഡയറക്ടർ തന്നെ, 2 സീരിയലും സെയിം ഡയറക്ടർ തന്നെയാണ്. സാറ് ദേഷ്യപ്പെടാനും പറ്റില്ല, കാരണം പുതിയ ആളാന്ന് അറിയാം. പിന്നെ ശശാറ് പറഞ്ഞു വന്നേക്കണ ആളാണ്. അപ്പോൾ അത് കാരണം ഒരുപാട് വഴക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ദേഷ്യം വന്ന് ബുക്കൊക്കെ അവിടെ ഇട്ടിട്ട് എഴുന്നേറ്റ് പോകും. പിന്നെയും തിരിച്ചു വരും, എന്നിട്ട് പിന്നെയും പറഞ്ഞു തരും. എന്നിട്ട് എല്ലാ അസിസ്റ്റന്റിനും ചീത്ത പറയും, പറഞ്ഞു കൊടുത്തോടെ കുട്ടിക്ക് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ അത് ഞാനും ചിലതിലൊക്കെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്കാണെങ്കിലും ആർട്ടിസ്റ്റിന്റെ അടുത്ത് പലപ്പോഴും ഒന്നും പറയാൻ പറ്റില്ല. കാരണം അവർ അടുത്ത സീനിൽ പെർഫോം ചെയ്യാനുള്ള ഒരു ഇതുകൊണ്ട് അത്തറി മുഴുവൻ പാവങ്ങളായിട്ടുള്ള അസിസ്റ്റൻസിന് നമുക്ക് മനസ്സിലാവും ഇത് നമ്മളെയാണ് പറയണതെന്നും. കാരണം അതിന് പകരമാണ് അവരെ പറയണതെന്ന് അതെ. പിന്നെ മാറ്റി ശരിയാക്കി പറഞ്ഞ് ശരിയാക്കി എടുക്കും സാറ്. അങ്ങനെ നമ്മളൊരു മോൾഡ് ചെയ്തെടുക്കാനുള്ള ഒരു ഫാക്ടറിയായിരുന്നു. പക്ഷെ ഞാൻ സസ്നേഹം കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഇനി സീരിയലിന് പോകണ്ടെന്ന്. അങ്ങനെ തീരുമാനം എടുത്തൊക്കെ ഇരുന്നെങ്കിലും നമ്മുടെ നാട്ടുകാരുണ്ടല്ലോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും, സീരിയൽ പോയില്ലേ, വേറെ സീരിയലിന് കിട്ടാണ്ടാണോ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വേണം ഒന്നും കൂടി ആവാം എന്നൊരു തോട്ട് വന്നു. പക്ഷെ അങ്ങനെ ചോദിച്ചൊന്നുമില്ല, ഒരവസരം കിട്ടുമോന്നൊന്നും ആരോടും ചോദിച്ചില്ല. ഇങ്ങനെ ഒരു ഉള്ളിൽ പേടി നിൽക്കുന്നതുകൊണ്ട്. അപ്പം പിന്നെ പെട്ടെന്നാണ് സാറ് പത്തരമാറ്റിലേക്ക് ജോയിൻ ചെയ്തുകൂടെ എന്നിങ്ങോട്ട് ചോദിക്കണത്. അപ്പോൾ ആ സന്ദർഭത്തിൽ ഈ ആൾക്കാരുടെ ചോദ്യം കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് ജോയിൻ ചെയ്യായിരുന്നു. അപ്പോൾ ഇവരായിട്ടുള്ളൊരു സൗഹൃദം, ആ സൗഹൃദത്തിന്റെ ഒരു തുടർച്ചയാണല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈ പ്ലേ സ്കൂളിന്റെ വാർഷികത്തിന് അതിഗംഭീരമായ പെർഫോമൻസും, വെറുതെ ഗസ്റ്റ് ആയിട്ടിരിക്കുകയല്ല, നമ്മുടെ ഒരു ഫാമിലി മീറ്റ് പോലെയായിരുന്നു. അവരുടെ ഡാൻസ് ആണെങ്കിലും ബാക്കി പരിപാടികളെല്ലാം നമ്മുടെ ഈ അടുപ്പം കാരണം കൊണ്ടാ ഇവരൊക്കെ ആയിട്ട് നല്ലൊരു സൗഹൃദം നിലനിന്നുകൊണ്ട് നമ്മൾ വിളിച്ച വഴിക്ക് അവർ വരാൻ തയ്യാറായി. എല്ലാ വർഷവും അവർ ഓടി വരുന്നത്. അപ്പോൾ ആദ്യത്തെ വർഷം ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി വരുമോ എന്നൊക്കെ സംശയിച്ചിട്ടാണ് വിളിക്കണത്. പക്ഷെ വിളിച്ച വഴിക്ക് തന്നെ പറഞ്ഞു ഞങ്ങൾ വരാമല്ലോ, അതിനെന്താ കുഴപ്പം, ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. വന്നിട്ട് ഞങ്ങൾ അന്ന് ഫുൾ നൈറ്റ് അവിടെ അടിച്ച് പൊളിച്ച് തകർത്ത് പുലർച്ചെ 4 മണി വരെ അങ്ങോട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ പിന്നത്തെ വർഷം എന്നാ നിങ്ങളുടെ ആനുവൽ ഡേ പറ എന്ന് പറഞ്ഞിട്ടാണ് നിന്നിരുന്നത്. അങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ പോലെയായി. എല്ലാ വർഷവും ഇവിടെ വരിക, ആഘോഷിക്കുക, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അങ്ങനെയാണ് മറ്റുള്ളവർ ചിന്തിക്കുന്നത്. പക്ഷെ ഇവരോടുള്ള ആ ഒരു അടുപ്പവും സ്നേഹവും എല്ലാം ഉള്ളതുകൊണ്ട് അവരൊരു ഗെറ്റ് ടുഗദർ പോലെയാണ് കാണുന്നത്.
അവർക്ക് വരാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. വളരെ സന്തോഷമായിട്ടാണ് വരുന്നത്. അതിന് പൈസ വേണമെന്നോ ഒന്നും അവർ പറയാറില്ല. വരിക, ഇവിടെ അടിച്ച് പൊളിക്കുക, പുലർച്ചെ നേരം വെളുക്കുന്നവരെ ഡാൻസും പാട്ടും കളിയും ഒക്കെ ആയിട്ട് അങ്ങോട്ട്. നമ്മളോടുള്ളൊരു സ്നേഹവും ഇഷ്ടവും അടുപ്പൊക്കെയാണ് അതിന്റെ ഒരു. പത്രമാറ്റ് സീരിയലിലേക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് വലിയൊരു അനുഭവമാണെന്ന് കേട്ടിട്ടുണ്ട്. ഞാനീ പറഞ്ഞ മാതിരി സസ്നേഹം കഴിഞ്ഞിട്ട് വേണ്ട എന്നൊരു തീരുമാനം എടുത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഡയറക്ടർ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ ഷൈജു സുകേഷാണ് ആദ്യത്തെ ഇതിനുണ്ടായിരുന്നത്. സാർ തന്നെയാണ് ഈ സീരിയലിൻ്റെയും. ഈ സീരിയൽ ചെയ്യുന്നത് ആരാണെന്ന് എനിക്കറിയില്ല. സീരിയലിനെ കുറിച്ചും വലിയ ഐഡിയ ഒന്നും എനിക്ക് അന്നില്ല. സാറിൻ്റെ നാട്ടിൽ ആറന്മുളയിൽ വള്ളസദ്യ ഉണ്ടല്ലോ, അതിന് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ സാറെന്താ ഇങ്ങനെ ഞങ്ങളെ വിളിക്കണേ? അപ്പോൾ ഞാൻ ഓർത്തു ടിറ്റോ ചേട്ടൻ പോയിക്കോ, സാറ് വിളിച്ചിട്ട് പോവാതിരിക്കേണ്ട, ടിറ്റോ ചേട്ടൻ പോക്കോ, കാരണം സ്കൂളുള്ളത് കൊണ്ട് ഞാൻ വരുന്നില്ല, ടിറ്റോ ചേട്ടൻ പോക്കോ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടിറ്റോ ചേട്ടൻ പറഞ്ഞു നീയും കൂടി വായോ, ഞാൻ ഈ ഒറ്റയ്ക്ക് ആറന്മുള വരെ പോകണ്ടേ, നീയും കൂടി വായോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് വിളിച്ചിട്ട് പറഞ്ഞു ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അങ്ങനെ എളുപ്പത്തിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമല്ല. പ്രത്യേകിച്ചും ഞങ്ങളെപ്പോലുള്ളവർ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ കയറി എല്ലാം ആസ്വദിക്കാൻ പറ്റില്ല. അത് കാരണം നിങ്ങൾ എന്തായാലും വരണം. ഇങ്ങനെ ഒത്തിരി കറികളൊക്കെ ആയിട്ട് 100-100 ചില്ലാനും കറികളായി അങ്ങനത്തെ ഒരു സദ്യയാണിത്. അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. രണ്ടുപേരും വരാൻ പറഞ്ഞ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്രയും വലിയൊരു പരിപാടി നമ്മൾ കണ്ടിരിക്കുക എന്നുള്ള ധാരണയിലാണ് പോണത്. ചെന്നിട്ട് ഞങ്ങൾക്ക് ഭയങ്കര അതിശയായി. കാരണം ആ വള്ളംകളിയും അത് കഴിഞ്ഞ് അവർ വന്നിട്ട് വിളമ്പുന്നത് ഓരോന്നും വിളമ്പുമ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിച്ച് എന്നിട്ട് അത് വിളമ്പട്ടെ എന്ന് ചോദിച്ചിട്ടാണ് വിളമ്പുന്നത്. കാണാനുണ്ട്, ജെബിൻ കണ്ടിട്ടുണ്ട്, ഞാൻ വീഡിയോയിൽ കണ്ടിട്ടില്ല. പക്ഷെ നേരിട്ട് കാണുമ്പോൾ അതൊരു രസമാണ്. ആ വെള്ളം തുഴഞ്ഞ എല്ലാവരും സെൻട്രലിൽ ഇരുത്തും. അതിൻ്റെ ചുറ്റിനും മേശയും ഇട്ടിട്ടാണ് എല്ലാവരും ഇരിക്കണത്. ആദ്യം ഇവർക്ക് വിളമ്പിയിട്ട് അതെല്ലാം നമുക്ക് വിളമ്പും. അങ്ങനെ ഒരു പ്രത്യേക ഒരു രീതിയാണ്. അത് ആസ്വദിക്കണം ശരിക്കും. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു എക്സ്ട്രീം വെർഷനാണ്, അതേസമയം തന്നെ ഒരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. അവിടുത്തെ ഒരു തിരക്ക് കാണണം. ഇതുപോലെ ഒരു പാർട്ടി മാത്രമല്ല, 13-14 അങ്ങാണ്ട് ടീമുണ്ട് ഇങ്ങനെ. അതെല്ലാം ഈ അമ്പലത്തിന്റെ ചുറ്റിനുമാണ് അന്നത്തെ ദിവസം നടക്കുന്നത്. അത് ടൈം കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ എല്ലാവരും എത്തി ഒരു വലിയ പൂജയൊക്കെ നടന്ന് അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ഭയങ്കര വലിയൊരു പരിപാടിയായിട്ട് തോന്നി. അങ്ങനെ ആ പ്രോഗ്രാമിന് ചെന്നപ്പോൾ അവിടെ ശശിസാറുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ക്യാരക്ടർ മുമ്പ് ആദ്യം വേറൊരാളെ ചെയ്തിരുന്നത്, നിത്യ എന്ന് പറഞ്ഞിട്ട് ആണ് ചെയ്തത്. അപ്പോൾ ആള് എന്തോ കാരണം കൊണ്ട് ആൾ പോയിപ്പോൾ ആ ഒരു ഒഴിവുണ്ട്. അപ്പോൾ ഇതിനൊരാളെ അവർ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ പ്രോഗ്രാമിലേക്ക് പ്രൊഡ്യൂസറും വന്നിട്ടുണ്ടായിരുന്നു, രമേശ് എന്ന പേര് സാറിൻ്റെ. അപ്പോൾ രമേശ് സാറും ഉണ്ടായിരുന്നു, ശശി സാറും ഉണ്ടായിരുന്നു, ഡയറക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഉള്ളൊരു സദസ്സിലാണ് നമ്മളും ചെന്നേക്കണത്. അപ്പോൾ സാറ് എന്നെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ശശി സാറ് അല്ല ഈ ജാനകിയുടെ ക്യാരക്ടർ ബിമിതയ്ക്ക് കൊടുത്തൂടെ എന്ന് പെട്ടെന്ന് തന്നെ ചോദിക്കായിരുന്നു. അപ്പം ഞാൻ എന്താ ചെയ്യാന്നേ, പെട്ടെന്ന് നമ്മളോട് ഒരു കാര്യം. അതിനു മുമ്പ് പത്രമാറ്റ് കണ്ടിട്ടുണ്ടോ? ഇല്ല, സത്യത്തിൽ ഞാൻ ആ സമയത്ത് ആ ഒരു സീരിയലേ കണ്ടിട്ടില്ല. അപ്പോൾ സാർ പത്രമാറ്റിലേക്ക് ബിംബിതേനെ എടുത്തുകൂടെ എന്ന് ചോദിക്കുമ്പം എന്താ വേണ്ടതെന്ന് നമ്മൾ പോലും തീരുമാനം എടുത്തിട്ടില്ല. ആദ്യത്തെ സീരിയൽ കഴിഞ്ഞിട്ട് സീരിയൽ വേണ്ടാന്നല്ല മനസ്സിൽ. അപ്പോൾ ഇങ്ങനത്തെ നാട്ടുകാരുടെ ചോദ്യം മനസ്സിൽ വേറെ എടുക്കുന്നുണ്ട്. പെട്ടെന്നുള്ളൊരു ചോദ്യമായപ്പോൾ ടിറ്റോ ചേട്ടനോട് പോലും ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല, ഞാൻ പോട്ടെ അല്ലെങ്കിൽ ഞാനതിൽ ജോയിൻ ചെയ്യട്ടെ എന്ന് പോലും ചോദിച്ചില്ല. ബിംബിതയ്ക്ക് ചെയ്തൂടെ എന്ന് എന്നോട് ഇങ്ങനെ വീണ്ടും ചോദിക്കുക. എന്നാ ചെയ്യാം. അപ്പോൾ പ്രൊഡ്യൂസറിനോട് ചോദിച്ചു ബിമിത മതിയില്ലേ? അപ്പോൾ പ്രൊഡ്യൂസറിന് ഓക്കെ കുഴപ്പമില്ല, ബിമിതയിലും മതി. ബിമിത ഓക്കെ ആണല്ലോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് ആ ഒരു അമ്പലത്തിൽ വെച്ചിട്ടാണ് എന്നെ ഈ സീരിയലിലേക്ക് അതൊരു പോസിറ്റീവ് എനർജിയാണ്. അതെ, പോസിറ്റീവ് ആംബിയൻസ്, പോസിറ്റീവ് ആയിട്ടുള്ള തീരുമാനം വരുന്നു. അതന്നെ, ഒരു അമ്പലനടയിൽ വെച്ചിട്ട് ആരെയും ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. 2 സീരിയലുകൾ ചെയ്യുന്നു. അപ്പോൾ ഈ സീരിയലിലെ ഒരു ആംബിയൻസിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു വലിയ വീട് ചെറിയ കാര്യം എന്ന് പറഞ്ഞ ഒരു വെബ് സീരീസ്. അതിലനുഭവം പ്രേം പ്രകാശ് ലൂയിസ് അദ്ദേഹമായിരുന്നു അതിന്റെ ഡയറക്ടർ. നമ്മുടെ സുഹൃത്താണ് അദ്ദേഹം, ഇവിടെ ഈ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട്, കസിനാണ്. വലിയ വീട് ചെറിയ കാര്യം, അതിലെ അനുഭവങ്ങൾ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള അനുഭവങ്ങളായിരിക്കും. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. കാരണം നമ്മൾ അതുവരെ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിട്ടുണ്ട്, നമ്മുടെ റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ട്. അപ്പം അതിലൊക്കെ റിയാലിറ്റി ഷോയിൽ നമ്മൾ നേരത്തെ പഠിച്ച സാധനം പറയണത്. ഷോർട്ട് ഫിലിമിൽ നമുക്കിതുപോലെ പ്രോംപ്റ്റ് ചെയ്ത് തരും, അല്ലെങ്കിൽ ആദ്യം സ്ക്രിപ്റ്റ് തരും, വായിച്ചു നോക്കും, പഠിക്കും. അത് കഴിഞ്ഞിട്ട് ഡബിങ് ആയിരിക്കും അവിടെ. ഡബ് ചെയ്യാണ്, എല്ലാതും ഡബ് ചെയ്യാം. സിങ് സൗണ്ടാന്ന് പറഞ്ഞു, എന്താന്ന് പോലും നമുക്കറിയില്ല. ചെന്ന് കഴിഞ്ഞിട്ട് സ്ക്രിപ്റ്റ് നമുക്ക് തരില്ല,
കാരണം നമ്മളിത് ബൈഹാർട്ട് ചെയ്യേ. അത് കാരണം കൊണ്ട് നമുക്ക് ഈ സാധനം കയ്യിൽ തരില്ല. പ്രേമേട്ടനാണെന്നറിയാലോ, പ്രേമേട്ടൻ എൻ്റെ കസിനാണ്. അപ്പോൾ പ്രേമേട്ടൻ കസിൻ ആയതുകൊണ്ട് തന്നെയാണ് എന്നെയും ടീച്ചറിനെയും സെലക്ട് ചെയ്തതെന്ന് തോന്നുന്നു. ഫിയാത്ത് മിഷന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത് നമ്മൾ. അപ്പോൾ ഫിയാത്ത് മിഷനിലുള്ളവർക്കൊരു ഇതുണ്ടായിരുന്നു, ഇത് ചെയ്യുന്ന അപ്പനും അമ്മയും ഭാര്യയും ഭർത്താവായിരിക്കണം. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഈ ഒരു ഫീൽഡിൽ ഭയങ്കര ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ. ടിറ്റോ ചേട്ടനും നല്ല ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഈ സ്കൂളും മക്കള് എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് പലതിലേക്ക് ഞാൻ അങ്ങനെ ഫുള്ളായിട്ട് അന്നൊന്നും ഇറങ്ങിയിരുന്നില്ല. അപ്പൊ കോവിഡിന്റെ സമയമായിരുന്നു, ഇഷ്ടംപോലെ സമയമുണ്ട്, സ്കൂൾ അടച്ചു, സ്കൂളിന്റെ തിരക്കില്ല. അപ്പൊ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഭാര്യയും ഭർത്താവും വേണം, അങ്ങനെ ഒരു വഴക്കും ഇതും പ്രശ്നങ്ങളും ഉള്ളതാവരുത്, അവർ തമ്മിലുള്ള പ്രോബ്ലംസ് ഉള്ളൊരു ഫാമിലി ആവരുത് എന്നൊക്കെ അവർക്ക് ഫിയാത്ത് മിഷനൊരു തീരുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ സെലക്ട് ചെയ്തു. ഇതിലേക്ക് ചെന്ന് ഫസ്റ്റ് ഡേയിൽ ഫസ്റ്റ് സീൻ എന്ന് പറയുന്നത് മുത്തശ്ശിന് ഒരു ചായ കൊണ്ടുവന്ന് കൊടുക്കുന്നു. പിന്നെ എന്താ മോളെ കഴിക്കാമെന്ന് അങ്ങോട്ട് മുത്തശ്ശൻ ചോദിക്കണു. ഞാൻ ഉണ്ണിയപ്പാണ് അച്ഛാ ചായ കുടിക്കാമെന്ന് പറയണൊരു കഷ്ണം. അത് ഞാനൊരു 20 പ്രാവശ്യം പോയി. 20 ടേക്ക് പോയി. ലാസ്റ്റ് 18ാമത്തെ ടേക്കായപ്പോൾ ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇത് എനിക്ക് നടക്കുമെന്ന് തോന്നണില്ല, പരിപാടി മടുത്തു. ഞാൻ ഇവിടെ നിന്ന് ചെല്ലും, അച്ഛാ എന്ന് വിളിക്കും, അച്ഛൻ എഴുന്നേക്കുന്നു, ചായ കൊടുക്കുന്നു, ഉണ്ണിയപ്പൂ എന്ന് പറഞ്ഞു തിരിച്ചു വരും. കട്ട് വീണ്ടും ഉണ്ണിയപ്പം നെയ്യപ്പം അത് ഇതൊക്കെ മാറ്റി മറിച്ച് ആകെ കൊളായി എന്ന് പറഞ്ഞാൽ എനിക്കിത് പറ്റില്ല എന്നൊരു തോന്നല്. ഈ വന്ന് പറഞ്ഞിട്ട് ഒന്ന് കേൾക്കണില്ലല്ലോ. ആക്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി. പിന്നെ പറയേണ്ടതൊക്കെ ഒരു മൈൻഡ് ബ്ലാങ്ക് ആയി പോവുക. ചെല്ലുക, തെറ്റിക്കുക, തിരിച്ചു പോരുക. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ തെറ്റിച്ചു, അല്ലെങ്കിൽ മുത്തശ്ശൻ തെറ്റിച്ചു. ഞാൻ റെഡിയായി ഒക്കെ ശരി എന്ന് കഴിഞ്ഞാൽ മുത്തശ്ശൻ എന്താ മോളേന്ന് ചോദിക്കില്ല. അപ്പോൾ കട്ട് പറഞ്ഞു. അങ്ങനെയായിട്ട് 18ാമത്തേൽ ഞാൻ ടീച്ചറിനോട് പറഞ്ഞു, ഞാനില്ല, ഞാൻ മതിയാക്ക, എനിക്ക് പറ്റില്ല, എനിക്ക് ഈ സാധനം ചെയ്തു പോകാൻ പറ്റും. ഇത്രയും കുഞ്ഞൊരു ഭാഗം പോലും ചെയ്യാൻ പറ്റാത്ത ഞാൻ എങ്ങനെയാണ് ഇനി വലിയ ഡയലോഗ് പറയുക? അത് കാരണം വേണ്ടാന്ന് വെക്കാം. അപ്പോൾ ടീച്ചർ പറഞ്ഞു, നിനക്ക് പറ്റും. ടീച്ചർ നല്ല പോലെ സപ്പോർട്ട് ചെയ്തു. നിനക്ക് പറ്റും, നീ ടെൻഷൻ അടിക്കാതെ അടുത്ത പ്രാവശ്യം ശരിയാവും. ഒരു 10 വട്ടം അതെന്നെ പറഞ്ഞു, അടുത്ത പ്രാവശ്യം നീ ഇത് ശരിയാക്കിയിരിക്കും, നിനക്ക് പറ്റും. അങ്ങനെ പറഞ്ഞ് പോയി. ആ പ്രാവശ്യം മുത്തശ്ശൻ തെറ്റിച്ചു. പിന്നത്തെ പ്രാവശ്യത്തിൽ ഞാൻ ശരിക്കും പറഞ്ഞു മുത്തശ്ശന് ശരിയായി. 20ാമത്തേൽ എല്ലാവരും അവിടെ കട്ടം വരുന്നു. അത്രയ്ക്കും ഇതായിരുന്നു. എന്നിട്ടും ഒരുപാട് എപ്പിസോഡുകൾ അല്ലേ? അത് 98 എപ്പിസോഡ് പോയി. 98 എപ്പിസോഡ് ഈ പറഞ്ഞ പോലെ സിംഗ് സൗണ്ട് ആയിട്ട് എല്ലാവരും പഠിച്ചു. ഇപ്പോഴും അത് സോഷ്യൽ മീഡിയയിൽ അതിലെ എപ്പിസോഡുകൾ, പഴയ എപ്പിസോഡുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതില് ഈ പറഞ്ഞ പോലെ ഇപ്പൊ സീരിയലിലൊരു ആക്ടിങ് വേറൊരു ശൈലിയിലാണല്ലോ. പക്ഷെ ഇവിടെ നമ്മള് വേറെ ഭയങ്കര നാച്ചുറലായിട്ട് വളരെ സർട്ടിലായിട്ടുള്ള കുറെ. ഞാന് ഡയലോഗൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മിററിന്റെ മുന്നിൽ ചെന്ന് പറഞ്ഞു നോക്കാണ്, കാണാതെ പറഞ്ഞു നോക്കും. കുറേ പ്രാവശ്യം പറഞ്ഞു നോക്കി, പിന്നെ തിരിച്ചു വന്ന് വീണ്ടും ഒന്ന് പറഞ്ഞു നോക്കി, ശരിയാവണില്ലേന്ന് നോക്കി. അങ്ങനെയായി പിന്നത്തെ സീനുകളിലൊക്കെ. തുടക്കമൊക്കെ അങ്ങനെ ഞാൻ പഠിച്ചത്. അങ്ങനെ ഈ മിററിന്റെ മുന്നിൽ നിന്നിട്ട് നമ്മൾ ആക്ട് ചെയ്യാൻ പഠിക്കുന്നത് നല്ലതാണെന്ന് മനസ്സിലാക്കി. ഭയങ്കര സ്ലോ മോഡുലേഷനിലൊക്കെ പറഞ്ഞ് നമ്മളത് ശീലായി. കാരണം വെച്ചാൽ ഭയങ്കര ലൗഡ് ആവില്ലല്ലോ ഒരിക്കലും. നമ്മളൊരു ഡ്രാമാറ്റിക് ആക്ടിങ് അല്ലല്ലോ ഇവിടെ വരുന്നത്. പക്ഷെ 2 ക്യാമറ ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ ഒരൊറ്റ ഇതിൽ തന്നെ നമുക്ക് സീൻ എടുത്തു കഴിയും. അവര് വൈഡും മിഡും ക്ലോസും ഒക്കെ അതിൽ തന്നെ 2 ക്യാമറയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിരുന്നു. അത് നല്ലൊരു സെറ്റായിരുന്നു കേട്ടോ. 6 മക്കളുണ്ടായിരുന്നു. പിന്നെ പിള്ളേരൊക്കെ ആയിട്ട് നല്ല കമ്പനിയായി. അത് അവസാനിപ്പിക്കാൻ തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല സത്യത്തിൽ. പക്ഷെ പ്ലേ സ്കൂള് പിന്നെ കോവിഡ് പോയി, അത് നിന്നത് അങ്ങനെയാണ്. മക്കളൊക്കെ വലുതായി ഉണ്ടാവും. കാരണം അത് പിന്നെ സ്റ്റോപ്പ് ആവാൻ കാരണം കോവിഡ് അവസാനിച്ച് സ്കൂളുകൾ ആരംഭിച്ചു. അപ്പൊ പിന്നെ എല്ലാവരും അങ്ങനെ പോയി. സീരിയലിലേക്കുള്ള എൻട്രിയും ഇത് കണ്ടിട്ട് തന്നെയാണ്. ഇതിലത്തെ എന്റെ ആക്ടിങ് ഒക്കെ നന്നായിട്ടുണ്ടെന്ന് തോന്നിയിട്ടാണ് സസ്നേഹത്തിലേക്ക് എടുക്കുന്നത്. സസ്നേഹം ചെയ്തപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇതെനിക്ക് പറ്റണ പണിയല്ല. എല്ലാം തുടക്കത്തിൽ നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് പെട്ടെന്ന് തോന്നിയാലും പിന്നെ നമ്മൾ അങ്ങോട്ട് പിടിച്ചു കയറും, മുന്നോട്ട് പോയിട്ടുണ്ട് എപ്പോഴും. 3 അനുഭവങ്ങൾ ഇത് എല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു. ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ അതുപോലെ പരസ്യങ്ങളിൽ ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് സമയവും വേണ്ടി വരും. പക്ഷെ അതിൽ നിന്ന് പെട്ടെന്ന് എടുത്ത് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഷോർട്ട് ഫിലിമിലെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ആഡ് ഫിലിമിലെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഏതായിരിക്കും? എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ രാജു എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയുണ്ട്, രാജു പവർട്ടി.
ആളിപ്പോ നല്ലൊരു ക്യാമറമാനായിട്ട് മനോരമ ന്യൂസിലെ ഡൽഹിയില് അതെ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന വലിയൊരു ക്യാമറമാൻ. അന്ന് അത്രയ്ക്കും വലുതല്ലായിരുന്നു, ടി സി വിയിലായിരുന്നു തോന്നുന്നു. അപ്പൊ ആ സമയത്ത് അവനെടുത്തൊരു ഷോർട്ട് ഫിലിമാ. 2 എണ്ണം ചെയ്തിട്ട് 2ലും എൻ്റെ ഒരു ചെറിയ ഭാഗം ഞാൻ ചെയ്യാനായിട്ട് എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഓണത്തിന് ഓർമ്മപ്പൂക്കളം എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. അതാണ് എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം. പേരിട്ടത് ഞാനായിരുന്നു. അതല്ലേ. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ശിവജി ഗുരുവായൂർ മാവേലിയൊക്കെ ആയിട്ട്. അതെ, ശിവജിയായിട്ട് മാവേലിയായിട്ടുണ്ട് അതില്. അപ്പൊ ഞങ്ങൾക്ക് അഭിനയിക്കാനൊന്നും അറിയുന്നതന്നെ എനിക്കറിയില്ല. എൻ്റെ മനസ്സിൽ പോലും ഒരു ആക്ടർ എന്നുള്ളൊരു സാധനമില്ല. ആ സമയത്ത് അവൻ എന്നെ വിളിച്ചിട്ട് ചേച്ചി ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ സത്യം പറയാന്ന് വെച്ചാൽ എന്നെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചതാ ഞാൻ. അപ്പോൾ പറ്റും, ചേച്ചിക്ക് പറ്റും, ഭയങ്കരമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് തൃശ്ശൂർ ഞങ്ങൾ ചെന്ന് അന്ന് മക്കളൊക്കെ ഉണ്ട്. അതിൽ ഞാനും ടിറ്റോ ചേട്ടൻ, മക്കള്, പിന്നെ പ്ലേ സ്കൂളിലത്തെ ഒരു കുട്ടി ഒക്കെ ഉണ്ടായിരുന്നു. അതെ അതെ, TCVയുടെ ഓഫീസിന്റെ തൊട്ടടുത്തൊരു ഹോട്ടലിലായിരുന്നു. അപ്പൊ അവിടെ ചെന്ന് ഞാൻ ആദ്യമായിട്ട് ഇറങ്ങുമ്പോ ഒരു ജനക്കൂട്ടം എന്നെ നോക്കുന്നു. ഓ, അന്നുണ്ടായ ഒരു കുളിരുണ്ടല്ലോ. പിന്നീട് അന്ന് ഞങ്ങൾ ഈ റിയാലിറ്റി ഷോയ്ക്കൊന്നും പോയിട്ടില്ല കേട്ടോ, അതിനു മുൻപാണ് കേട്ടോ. അപ്പൊ അന്ന് കിട്ടിയൊരു കുളിര് അത് പിന്നീട് ഒരിക്കലും കിട്ടിയിട്ടില്ല. ഞാനും നടിയായി തോന്നല്. പലരും ആ ഹോട്ടലിൽ വരുന്ന പലരും നമ്മളെ വന്നു എത്തിച്ചു നോക്കി പോണു. അതേ നടി വന്നിട്ട്. അപ്പൊ ശിവചേട്ടനെയൊക്കെ നമ്മള് അന്നൊന്നും ശിവചേട്ടനെ പരിചയപ്പെട്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുക. അപ്പൊ ശിവചേട്ടൻ മേക്കപ്പ് ചെയ്യണോടത്തൊക്കെ ഇങ്ങനെ എത്തിച്ചു നോക്കുക ചെയ്തേ. ശിവചേട്ടൻ അവിടെ ശിവചേട്ടൻ മാറുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നീട് ശിവചേട്ടനെയൊക്കെ ആയിട്ട് നന്നായി പരിചയമായി, പിന്നെ നല്ല ഫ്രണ്ട്സായി. അപ്പോൾ ആ ഒരു ഫീൽഡിലേക്ക് ഫസ്റ്റ് വന്നത് വളരെ വലിയൊരു അതിശയമാർന്ന ഓർമ്മ തന്നെയാണ്. അതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. പക്ഷെ എനിക്ക് ഇത് മറക്കാൻ പറ്റില്ല, ഫസ്റ്റ് എക്സ്പീരിയൻസ്. രണ്ടാമത് നമ്മുടെ കരിയറിൽ, നമ്മുടെ ആക്ടിംഗ് കരിയറിൽ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞത് ഭർത്താക്കന്മാര് ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞ ഒരു റിയാലിറ്റി ഷോ ഏഷ്യാനെറ്റിലേക്ക് വരുന്നു. ആ ദിവസം വളരെ പലരിടത്തും പറഞ്ഞിട്ടുള്ള പോയിന്റ്, അല്ലമീൻ വെഞ്ഞറമൂട് അമീനാണ് എൻ്റെ അടുത്ത് ഏഷ്യാനെറ്റില് പൊളിയറക്കോണം സ്റ്റുഡിയോയില് ഒരു ദിവസം ശശിയേട്ടനൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നു, വർത്താനം പറയുന്നു, ഒരുമിച്ച് പല പ്രൊജക്റ്റിലും വർക്ക് ചെയ്യുന്നു. ഞാൻ എഴുതുന്ന പ്രൊജക്ടുകൾക്ക് തന്നെ ചിലതിനൊക്കെ സംവിധായകനായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. അമീൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നു, ഇങ്ങനെ ഒരു കപ്പിള് വേണം, ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഘട്ടമായി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ലൈഫുള്ള ആ ലൈഫിനെ നേരിടുന്ന രീതിയിലുള്ള ഒരു കപ്പിൾ ഉണ്ടെങ്കിൽ നന്നായി എന്നൊക്കെ പറഞ്ഞു. ആ സത്യത്തിൽ അവനാണ് ആ ഒരു ലീഡ്. അവൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്കൊരു സ്പാർക്ക് തോന്നി. ഞാൻ എപ്പോഴും ചോദിക്കണം വിചാരിക്കാറുണ്ട്, ജെബിനെ എന്തുകൊണ്ടാണ് ഞങ്ങളെ സെലക്ട് ചെയ്യാൻ തോന്നിയെന്ന് എപ്പോഴും ചോദിക്കണം എന്ന് വിചാരിക്കാറ്. അമീനന്റെ അടുത്ത് അത് പറഞ്ഞപ്പോ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ പാവർട്ടി അല്ലെങ്കിൽ നമ്മുടെ ഒരു സൗഹൃദത്തിന്റെ വട്ടത്തിലുള്ള പരമാവധി ആൾക്കാരെ എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ ചാനലിലേക്ക് കൊണ്ടുവരിക, നമ്മുടെ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവരിക, അതിൽ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒരുപാട് പേര് ഇപ്പോൾ പലപ്പോഴും പറയാറുള്ളത് ചിലപ്പോൾ നിങ്ങൾ മാത്രമായിരിക്കും, പക്ഷെ ഒരുപാട് പേര് നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു വലിയ കാര്യം എന്നുള്ള രീതിയിലല്ല, പക്ഷെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ ക്യാൻസറിന്റെ സംഭവം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടിറ്റോ ചേട്ടൻ ഇങ്ങനെ ഒരു അസുഖം നിൽക്കുന്നു, അതിൻ്റെ ഒരു സൈനും പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എനിക്കറിയാം. അപ്പോൾ എങ്ങനെയാണ് അത് എടുക്കുക, അത് നിങ്ങൾ വരുമോ എന്നുള്ളതൊന്നും സെലക്ട് ചെയ്യുമോ എന്നുള്ളതുണ്ടാകുന്ന ദിവസം നിങ്ങളിത് എങ്ങനെയാണ് വരുമോ ഇല്ലെന്ന് അറിയില്ല. അപ്പോൾ അത് ഉറപ്പില്ലാണ്ടാണ് ഞാനവിടെ അവര് വരാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിൽ എനിക്കൊരു എന്തോ ഒരു കോൺഫിഡൻസിന്റെ പുറത്ത് ഞാൻ പറയുന്നത്. പക്ഷെ അത് പിന്നീട് അതൊരു വലിയ ഒരു ടേണിംഗ് പോയിന്റ് ആവുന്നു. പിന്നെ അതിന് മുമ്പും ശേഷവും എന്ന് പറയാം ശരിക്കും പറയുകയാണെങ്കിൽ. സത്യം, അത് ശരിയാണ്. കാരണം ഞങ്ങൾ ഒരിക്കലും TV കാണുന്ന ആൾക്കാരല്ല. എന്ന് വെച്ചാൽ സ്കൂള്, മക്കള് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അത് മാത്രമാണ് എൻ്റെ ലോകം. ആ ഒരു ലോകത്തിൽ നിന്ന് ഒരു ചെറിയ മാറ്റം വന്നത് ടിറ്റോന്റെ ക്യാൻസർ വന്നപ്പോഴാണ്. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോലും, എനിക്കൊരു അസുഖം വന്ന ഹോസ്പിറ്റലിൽ പോകാൻ 10 മിനിറ്റ് ഞാൻ മാറ്റി വയ്ക്കാത്ത ആളാണ്. സ്കൂൾ അത്രയ്ക്ക് എനിക്ക് ഇമ്പോർട്ടൻ്റാണ്, അതിൻ്റെ ഒപ്പം തന്നെ മക്കളും ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഈ സാധനങ്ങൾ മൊത്തം മാറ്റിയിട്ടാണ് ടിറ്റോച്ചൻ്റെ കൂടെയുള്ള യാത്ര, ഈ അസുഖത്തിൻ്റെ കൂടെയുള്ള യാത്ര. ശരിക്കും പറയാൻ ഈ അസുഖം വന്നില്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ഒരു സീരിയലിലേക്കോ ഒരു ഷോർട്ട് ഫിലിമിലേക്കോ സിനിമയിലേക്കോ എത്തി നോക്കില്ല. കാരണം എനിക്ക് സ്കൂളിൽ നിന്ന് 1 മണിക്കൂർ നീങ്ങി നിൽക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ നീങ്ങി നിന്ന എൻ്റെ എന്താ പറയുക, നമ്മൾ പറയില്ലേ ഉത്തരം താങ്ങുന്നത് പല്ലിയാണെന്നുള്ള ചിന്താഗതിക്കാരാണ് മനുഷ്യരെന്ന് പറയില്ലേ, അതേപോലെ ഈ സ്കൂള് ഞാൻ നീങ്ങിയ താഴെ വീഴും എന്നുള്ള ധാരണയാണ് എനിക്ക്.
പക്ഷെ എന്നെ ദൈവം അതിനു വേണ്ടി ഒരുക്കുമായിരുന്നോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു ഇതിലേക്ക് ഞാൻ ചെല്ലേണ്ടത് ദൈവ തീരുമാനമായിരിക്കണം. ടി വിയിൽ ഞാൻ അധികം നേരം ടി വി കണ്ട് സീരിയൽ കണ്ട് അല്ലെങ്കിൽ ടി വിയിൽ പോകുന്ന ഒരു സ്ക്രോള് കാണാനോ ഒന്നും ശ്രമിക്കുന്ന ഒരാളല്ല. എന്നിട്ട് ഞാൻ ഈ റിയാലിറ്റി ഷോനെ കുറിച്ച് അറിഞ്ഞ് എങ്ങനെ എത്തിയെന്ന് ചിന്തിക്കുമ്പോൾ ഒരു ജെബി എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന് അങ്ങോട്ട് ഇടുകയാണ് ഞങ്ങളെന്ന് പറയുകയാണ് ഞങ്ങൾ. അതാണ് ഞങ്ങൾ എപ്പോഴും ജെബിനെ പറ്റി പറയാനായിട്ടുള്ള കാരണം. ഒരു കാരണവശാലും ഞങ്ങൾ അങ്ങോട്ട് എത്തില്ല. പലരും ഇതിനു വേണ്ടി നടക്കുന്നവരുണ്ട്, ഇഷ്ടം പോലെ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി നടക്കുന്നവർ. അങ്ങനെ ഒരു ചാൻസ് ഒന്നും ഇല്ലാതെ ജെബിൻ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ടീച്ചർ ചേട്ടന് രണ്ടാമത് ക്യാൻസർ ഉണ്ടോ ഇല്ലേ എന്നറിയാതെ വീട് മൊത്തം ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ആ സമയത്ത് ഇങ്ങനെ പറയുമ്പോൾ ആദ്യം ജെബിൻ ഇങ്ങനെ പറഞ്ഞു എന്ന് ടീച്ചർ ചേട്ടൻ പറയുമ്പോൾ ചൂടാവുക ചെയ്ത ഞാൻ എല്ലായിടത്തും ഞാൻ ആദ്യം നോ അല്ലെങ്കിൽ പറ്റില്ല എന്നൊക്കെ പറയും. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ ചെല്ലും, അത് ചെയ്യും. അങ്ങനെ അവിടെ ചെല്ലുമ്പം പറഞ്ഞപ്പോൾ ടീച്ചർ ചേട്ടന് ഭയങ്കര താല്പര്യം. പിന്നെ ഈ വയ്യാത്ത നേരത്തെ ടീച്ചർ ചേട്ടൻ്റെ ഒരു താല്പര്യം നമ്മൾ തടസ്സം നിൽക്കണ്ട എന്നുള്ള ധാരണയിലാണ് അങ്ങനെ പോണത്. 2013 ഇനി ഇങ്ങനൊരു ആഗ്രഹമായിട്ട് മാറ്റി വെക്കണ്ടെന്ന് കരുതിയെടുത്ത തീരുമാനം. ഇനിയിപ്പോൾ ഈ ഒരു അസുഖാവസ്ഥയിൽ രണ്ടാമതും അങ്ങനെ ഒരു ടെൻഡൻസി, ക്യാൻസറിന്റെ ടെൻഡൻസി നിൽക്കുമ്പോൾ ടീച്ചർ ചേട്ടൻ്റെ ഒരു വലിയ ആഗ്രഹം ഞാൻ മൂലം അതിനി പിന്നീട് ചിന്തിക്കുമ്പോൾ നീ അന്ന് ജെബിന് അന്നൊരു അവസരം തന്നപ്പോൾ അതൊന്നും മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ വല്ലതും ആയേനെ എന്ന് നമുക്ക് പിന്നീട് തോന്നരുത് എന്നൊക്കെ വിചാരിച്ചിട്ട് ചെന്നതാ. പക്ഷെ അത് കറക്റ്റായി എന്ന് ഇപ്പം തോന്നാം, അല്ലെങ്കിൽ പോയില്ലല്ലോ. 13 നിന്ന് നമ്മളിപ്പോൾ 26 എത്തുമ്പോൾ ഒരു 13 വർഷം പിന്നിട്ടു ഈ ഒരു തീരുമാനം. ആ തീരുമാനത്തിന് പുറകെയുള്ള ഒരു യാത്ര, അത് പലതരം പരസ്യങ്ങൾ അഭിനയിക്കുന്നു, ഈ റിയാലിറ്റി ഷോയിൽ വരുന്നു, സിനിമയിൽ അഭിനയിക്കുന്നു, പല അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ ഇതിനൊക്കെ ഈ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കുന്നുള്ള ഒരു എക്സ്പീരിയൻസ് അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് പല ചാനലുകളിലും. എന്നാലും നമ്മുടെ ഈ എംപയർ ടോക്സിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി പറയുകയാണെങ്കിൽ അന്നത്തെ ഒരു ഓർമ്മകൾ. അന്നത്തെ ഫസ്റ്റ് ഇതുപോലെ തന്നെ ഗ്രൂമിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഗ്രൂമിങ്ങിലൊക്കെ നല്ല ക്ലാസ്സുകൾ തന്നെയായിരുന്നു തന്നിരുന്നത്. ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന്റെ ഇടയിലാണ് അപ്പോൾ ഈ ഗ്രൂമിങ്ങിന് ആദ്യത്തെ യാത്ര പോകുന്നത്. അതെ, അതുമാത്രമല്ല ഞാൻ ആ സമയത്ത് ടീച്ചർ സർജറിക്ക് പോണതിന്റെ ഇടയിൽ ഞാൻ ബൈക്കും വന്ന് വീണിട്ട് എൻ്റെ ലിഗ്മെന്റ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പൊട്ടിയ കാലം വെച്ചിട്ട് പ്ലാസ്റ്റർ ഇടാണ്ട് അവിടെ പോയി ഞങ്ങളുടെ ഗ്രൂമിങ് സെക്ഷനൊക്കെ ഉണ്ടായിരുന്നത്. അവിടെ ചെന്ന് അമ്മ വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നതൊക്കെ. അമ്മ വീട്ടിൽ നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞങ്ങൾക്ക് മറ്റ് ചാനലിനെ കുറിച്ച് എനിക്ക് അത്ര അറിയില്ല. ആദ്യത്തെ പ്രാവശ്യം 2 പ്രാവശ്യം ട്രെയിനിൽ പോയി. പക്ഷെ ട്രെയിനിലുള്ള യാത്ര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മക്കൾ വളരെ ചെറുതാ. രണ്ടാമത്തെ ആള് 2ലും മൂത്ത ആള് 8ലും ഒക്കെ ആയിരുന്നു, 8, 9 ഒക്കെ ആയിരുന്നു. ഫസ്റ്റ് 2 പ്രാവശ്യം ഞങ്ങൾ ട്രെയിനിലാണ് പോയത്. പക്ഷെ ട്രെയിനിൽ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ചിലപ്പോൾ ടിക്കറ്റ് കിട്ടുന്നില്ല, അവർ ചിലപ്പോൾ എടുത്ത് നിൽക്കേണ്ടി വരും, ചിലപ്പോൾ സീറ്റ് ഉണ്ടാവില്ല. അപ്പം നിലത്തൊക്കെ ഇരുന്നിട്ടൊക്കെ പോകേണ്ടി വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. കുട്ടികൾക്ക് സ്കൂള് നമുക്ക് ഈ പറഞ്ഞ മാതിരി ഭ്രാന്താണല്ലോ. അപ്പോൾ സ്കൂളിൽ നിന്ന് പോകണമെങ്കിൽ ഒരു നൈറ്റ് യാത്രയെ പറ്റുള്ളൂ. അപ്പോൾ ഈ രാത്രിയിലെ ട്രെയിൻ യാത്രയിൽ കുട്ടികൾ എന്തായാലും ഉറങ്ങും, മേത്തേക്ക് 2 പേരും വീഴും. എനിക്ക് 2 പേരും കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ടീച്ചർ ചേട്ടനാണെങ്കിൽ വയ്യല്ലോ. അപ്പോൾ ടീച്ചർ ചേട്ടൻ്റെ ഉറക്കവും ഈ പറഞ്ഞ പോലെ ആവില്ലേ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ടീച്ചർ ചേട്ടൻ പറഞ്ഞു എൻ്റെ ഉറക്കം നീ നോക്കണ്ട, എനിക്ക് എപ്പോഴെങ്കിലും കുറച്ച് നേരം ഉറങ്ങിയാൽ മതി. എനിക്ക് ഡ്രൈവിംഗ് നല്ല ഇഷ്ടമാണ്, അപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്ത് പോയി. നല്ല ഇഷ്ടം വേണം, കാരണം ഈ പാവർട്ടിന്ന് തിരുവനന്തപുരം വരെ കാർ ഓടിച്ച് പോകാന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷേ ടീച്ചർ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്, നൈറ്റ് ഡ്രൈവിംഗ് ഇഷ്ടമാണ്. ആളിങ്ങനെ ഇടയ്ക്ക് പാട്ട് വയ്ക്കും കാറിൽ, പിന്നെ ഇടയ്ക്ക് നിർത്തി ചായ കുടിച്ച് അങ്ങനെ പോകും. ശരിക്കും ഒരു 6 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ ട്രിവാൻഡ്രം എത്തിച്ചേരാറുണ്ട്. പിന്നെ അമ്മ വീട്ടിലേക്ക് എത്തുക എന്നുള്ളത് നമുക്കറിയാലോ. പറയുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഇതവിടെ ഏഷ്യാനെറ്റിന്റെ അന്ന് സ്ഥിരം ഉണ്ടായിരുന്ന ഒരു വീടായിരുന്നു. ഷൂട്ടിങ്ങിന് എത്തുന്നവർക്ക് താമസിക്കാനൊക്കെ ഉള്ള ഒരു, അത് ശരിക്കും അവിടുത്തെ രാജകൊട്ടാരങ്ങളിലെ സ്ത്രീകൾക്ക് താമസിക്കാൻ വേണ്ടി പണ്ട് രാജാവ് കെട്ടിക്കൊടുത്തിരിക്കുന്ന ഒരു വീടാണ് ഈ അമ്മ വീട് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു നടുമുറ്റം, മുറ്റല്ല സിമന്റ് കൊണ്ട് തന്നെ എടുത്തിട്ടുള്ള ഒരു വലിയൊരു നടുക്കളം, അതിൻ്റെ ചുറ്റിനുമാണ് റൂമുകൾ. നല്ല രസമാണ് അവിടെ. അപ്പോൾ നമുക്കെല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ആ ഒരു നടുക്കളത്തിൽ പറ്റും. അപ്പോൾ എല്ലാ പ്രാക്ടീസും നമുക്ക് ഡാൻസ് ആണെങ്കിലും സ്ക്രിപ്റ്റ് ആണെങ്കിലും എല്ലാം അവിടെയാണ് പ്രാക്ടീസ് ചെയ്യുക. ഞങ്ങളുടെ റൈറ്റർ ഗിരീഷ് ഗ്രാമിക എന്ന് പറയുന്ന സാറാണ്. അപ്പോൾ ചേട്ടനും അവിടെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളെ പഠിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഓരോന്നും എഴുതണത്.
അപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ. അപ്പം അതുപോലെ പഠിപ്പിച്ചു തരാനായിട്ട് ചക്കു എന്ന് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റിൽ ഒരുവിധം ഇതൊക്കെ ആൾ തന്നെയായിരിക്കും. പക്ഷെ ആളാണ് ഫസ്റ്റ് എനിക്ക് അഭിനയം പഠിപ്പിച്ചു തരുന്നത്. അത് ഓരോ കണ്ണിൻ്റെ മൂമെൻറ്റ്സ്, നമ്മൾ ഒരു ഡയലോഗ് പറയണേറ്റ് മുമ്പ് ചെറിയൊരു ഗ്യാപ്പൊക്കെ കൊടുക്കാനുണ്ട്. ടെടിക്ക് ഇങ്ങനെ പറയല്ല, അപ്പം നമുക്ക് ഇപ്പം ദേഷ്യം വന്നു അങ്ങനെ കാണിച്ച് അങ്ങനെ പറയണം എന്നൊക്കെ പഠിപ്പിച്ചു തന്നത് ഡയലോഗ് പറഞ്ഞു തീർക്കാൻ വേണ്ടി പറയരുത്. അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോഴുണ്ടാകുന്ന ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഇടണം. ഇപ്പോൾ നമ്മളൊരു വിളിച്ചപ്പം തന്നെ തിരിഞ്ഞു നോക്കില്ലല്ലോ, എന്തിനപ്പം വിളിക്കണം, അങ്ങനെയൊക്കെ ഒരു ചെറിയ ഇതൊക്കെ കൊടുത്തിട്ടല്ലേ. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ മൂമെൻറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആളെനിക്ക് പഠിപ്പിച്ചതൊക്കെ ഞാനിപ്പോഴും ഓർക്കുക. അതുപോലെ ഒരു ജോസഫ് ഉണ്ടായിരുന്നു ഡാൻസ് പഠിപ്പിച്ചു തരാനായിട്ടൊക്കെ. അപ്പോൾ അവരൊക്കെ നല്ല കിരൺ മാഷായിരുന്നു ഞങ്ങളുടെ ഡാൻസ്. ഇപ്പോഴും ഏഷ്യാനെറ്റിലെ മെയിൻ കിരൺ മാഷ തന്നെയാണ്. കിരൺ മാഷ ഇപ്പൊ ഞങ്ങൾ ചെന്നപ്പോൾ ഈ അവാർഡ് ഫംഗ്ഷന് ചെന്നപ്പോഴും കണ്ടിരുന്നു. മക്കളെയൊക്കെ കണ്ടിട്ട് സാറ് അയ്യോ എൻ്റെ പൊന്നെ ഇത്രയും വലുതായോ എന്നൊക്കെ ചോദിച്ചു. കിരൺ മാഷ് സാധാരണ നമ്മൾ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്യുന്നവരുടെ ഒരു ബോഡി ലാംഗ്വേജ് അല്ല, ഇദ്ദേഹം ഒരു ഡാൻസ് കൊറിയോഗ്രാഫർ ആണോ എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു കൊറിയോഗ്രാഫർ ആണോ നമുക്ക് പെട്ടെന്ന് തോന്നില്ല. പക്ഷെ ആള് നല്ല വണ്ണം, പക്ഷെ ആള് നന്നായിട്ട് ഡാൻസ് കളിക്കുകയും ചെയ്യും, നന്നായി പഠിപ്പിച്ചു തരും ചെയ്യും കേട്ടോ. ഇന്നത്തെ നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ ഇപ്പോഴും യൂട്യൂബിലും ഏഷ്യാനെറ്റിന്റെ ചില പ്ലാറ്റ്ഫോമിലൊക്കെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ കഴിവിനനുസരിച്ച് ആള് പഠിപ്പിക്കാം. നമുക്ക് കുറച്ച് സ്റ്റെപ്സ് ഒന്നും ഇടാൻ പറ്റില്ലല്ലോ. അപ്പൊ അതനുസരിച്ച് നമ്മളെ കുറച്ച് അഭിനയിപ്പിച്ചുകൊണ്ടുള്ള സ്റ്റെപ്സ് ഇട്ട് പഠിപ്പിച്ചിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു തന്നിരുന്നത്. നമുക്ക് അങ്ങനെ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ. അപ്പം അങ്ങനെ ഓരോ ടീമിൻ്റെയും കഴിവിനനുസരിച്ചാണ് അവിടെ ഡാൻസുകൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നത്. അപ്പം അതനുസരിച്ച് മാർക്ക് പിന്നെ പല രീതിയിലാണല്ലോ, അതങ്ങനെ അതിൻ്റെ രീതിയിൽ പോയി. 13 വർഷം പിന്നിട്ടു. അപ്പോൾ അന്നത്തെ ഒപ്പമുണ്ടായിരുന്ന മത്സരാർത്ഥികൾ അവരും എനിക്ക് തോന്നുന്നു പ്ലേ സ്കൂളിലെ പരിപാടികൾക്കൊക്കെ വന്നിട്ടൊക്കെ അവരുമായിട്ട് നല്ലൊരു അടുപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരു 5 ഫാമിലിയായിട്ട് നല്ല അടുപ്പുണ്ടല്ലേ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പലരും വീട്ടിൽ ഒരു സമയത്ത് ഒത്തുകൂടിയിരുന്നു കോവിഡിന് മുൻപൊക്കെ. പിന്നെ ഈ കോവിഡിന് ശേഷം ആരും അത്ര കുറച്ചുകൂടി ബിസിയായി. പിന്നെ മക്കളൊക്കെ വലുതായില്ലോ. അപ്പൊ അവരൊക്കെ പലയിടത്തേക്ക് അങ്ങോട്ട് പോയി. അവര് പഠനം അത് ഇതൊക്കെ ആയിട്ട് പുറത്തേക്കും ഒക്കെ അങ്ങനെ പോയി. അങ്ങനെ ഇപ്പോഴും വല്ലപ്പോഴൊക്കെ വിളിക്കൊക്കെ ഉണ്ട്, ഗ്രൂപ്പിലൊക്കെ സംസാരമൊക്കെ ഉണ്ട്. നേരിട്ടുള്ള കൂടലുകൾ കുറഞ്ഞു. വലിയൊരു തീരുമാനം എന്ന് പറഞ്ഞത് ഒരു ക്യാൻസർ പേഷ്യന്റ് ആയിട്ടുള്ളൊരു ഹസ്ബൻഡ്, ആ ഹസ്ബൻഡ് ഈ പറഞ്ഞ പോലെ ആളുടെ ഒരു ഇഷ്ടം പറയുന്നു, അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത്, നമ്മൾ വഴിക്കൊരു കണക്ഷൻ എന്നുള്ളതിനപ്പുറത്ത് ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു മൊമെന്റിൽ നമ്മളൊരു ഡിസിഷൻ എടുക്കുകയാണ്. ഇങ്ങനെ ഉള്ള ഒരു ട്രീറ്റ്മെന്റിന്റെ ഇടയിലും നമ്മൾ ആക്ടിങ് എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നു, അല്ലെങ്കിൽ ഒരു റിയാലിറ്റി ഷോയിലേക്കുള്ള കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പങ്കെടുക്കാൻ ഒരു തീരുമാനം വരുന്നു. പക്ഷെ ഈ തീരുമാനങ്ങളെല്ലാം തന്നെ നിങ്ങൾ രണ്ടുപേരുടെ തീരുമാനങ്ങളായി മാറ്റി എന്നുള്ളതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യം. മറ്റുള്ളവരെന്ത് പറയുന്നു, നമ്മുടെ നാട്ടുകാരെന്ത് പറയുന്നു, നമ്മുടെ ബന്ധുക്കൾ എന്ത് പറയുന്നു, ഇതിനെ തൽക്കാലം നമ്മൾ അത് മാറ്റി വയ്ക്കുക, അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, നമ്മൾ ഇതിനകത്ത് പങ്കെടുക്കുന്നു എന്നുള്ളൊരു തീരുമാനം. ആ സമയത്തൊക്കെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നു? ക്യാൻസറിന്റെ സമയം മുതൽ തന്നെ ഈ വാക്കുകളെ ഞങ്ങൾ അവോയ്ഡ് ചെയ്തതാണ്. അന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി, കരയുന്ന ആൾക്കാർക്ക് റിയലായിട്ട് അവർക്ക് ദുഃഖമില്ല എന്ന് ഞങ്ങൾ വ്യക്തമായി കണ്ട് മനസ്സിലാക്കിയ ടീമാണ്. നമ്മളുടെ മുന്നിൽ വന്ന് കരയുകയും തിരിച്ചു പോകുമ്പോൾ ചിരിച്ച് കളിച്ച് കെട്ടിപ്പിടിച്ച് അവർ സിനിമയ്ക്ക് പോവുകയും ചെയ്യുന്നത് നമ്മൾ നേരിട്ട് കാണാം. അപ്പൊ ഇവരെന്തിനാണ് ഇവിടെ വന്ന് കരയണേന്ന് എനിക്ക് ടിറ്റോചേട്ടന് ഇതുവരെ മനസ്സിലായിട്ടില്ല. നമ്മളോട് സഹതപിക്കുകയാണ്, നമ്മളുടെ ദുഃഖത്തിൽ അവർ പങ്കുചേരുന്നതാണെന്ന് പറയാൻ വേണമെങ്കിൽ. പക്ഷെ ഞങ്ങൾക്ക് അത്യാവശ്യത്തിലേറെ ദുഃഖം കയ്യിൽ ഉണ്ടല്ലോ, പിന്നെ അവർ വന്ന് ദുഃഖിപ്പിക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് ഇതുവരെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യം. അപ്പോൾ ഈ കരയുന്നവരെയും നമ്മളെ കാണുമ്പോൾ ഒന്ന് പറയും, മാറി നിന്ന് വേറെ പറയുകയും ചെയ്യുന്ന ഒരു ടീമാണ് നമുക്ക് ചുറ്റിനുള്ളതെന്നുള്ളത് ഞങ്ങൾ അതിൽ വ്യക്തമായി മനസ്സിലാക്കി. പിന്നെ അവരെ ഞങ്ങൾ ചെവി കൊടുത്തിട്ടില്ല. ടിറ്റോചേട്ടന് ക്യാൻസർ ഉണ്ടായിരുന്ന സമയം മുതൽ തന്നെ ഈ നാട്ടുകാരെ ഞങ്ങൾ പരമാവധി മനസ്സിലാക്കിയതാണ്. ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഒപ്പം ഞങ്ങളെ കൈപിടിച്ച് ഞങ്ങളുടെ ഫാമിലി തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ ടിറ്റോചേട്ടൻ്റെ അപ്പച്ചൻ ഒരുപാട് സാമ്പത്തികമായിട്ട് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്, ഡേവിഡ് മാഷ്. അപ്പോൾ അപ്പച്ചന് ഒപ്പം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഡാഡിയും മമ്മിയും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഓരോ സെക്കൻഡിലും അപ്പച്ചന് കാലിന് വയ്യാത്ത കാരണം കൊണ്ട് അങ്ങനെ എൻ്റെ കൂടെ വരാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ എല്ലാ സമയത്തും എൻ്റെ ഡാഡി ഹോസ്പിറ്റലിലേക്ക് എല്ലാ സമയത്തും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് മമ്മി വീട്ടിലെ എൻ്റെ മക്കൾക്കും സ്കൂളിലേക്കും ഒക്കെ എല്ലാവിധ സപ്പോർട്ടും തന്നത് മമ്മിയാണ്. ഡാഡിയും മമ്മിയും എൻ്റെ ഒപ്പം ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ടിറ്റോചേട്ടനെ ഇത്രയ്ക്കധികം
കെയർ ചെയ്യാനായിട്ടും ടീറ്റോ ചാൻ്റെ കൂടെ എത്രയധികം നിൽക്കാൻ പറ്റിയതും ആ ഒരു സമയത്ത് മക്കളുടേതായ ഒരു പ്രശ്നങ്ങളിലും എന്നെ ഇടപെടുത്താതെ മക്കളെ ഫുള്ള് നോക്കിയത് എൻ്റെ മമ്മിയാണ്. ഞാൻ വിഷമിച്ച ഒരു സിറ്റുവേഷനാണല്ലോ, ഏറ്റവും കൂടുതൽ വിഷമിച്ച സിറ്റുവേഷൻ. ആ സമയത്ത് ടിറ്റോ ചേട്ടൻ്റെ അടുത്തൊന്ന് കരയാൻ പോലും എനിക്ക് പറ്റില്ല. കാരണം ഞാൻ കരഞ്ഞാൽ ടിറ്റോ ചേട്ടൻ തളർന്നു പോകും. തളർച്ച വന്ന രോഗത്തെ കൂടുതൽ അത് ബാധിക്കും എന്ന് മനസ്സിലാക്കി. ഇന്ന് ക്യാൻസറിന് ഒരുപാട് മെഡിസിൻസും അഡ്വാൻസ്ഡ് മെഡിസിൻസും ഒക്കെ ഉണ്ട്. അന്ന് ടിറ്റോ ചേട്ടന് ക്യാൻസർ വരുന്ന സമയത്ത് അങ്ങനത്തെ മെഡിസിനുകളില്ല. അപ്പം തന്നെ ഒരുപാട് പ്രതിരോധ ശക്തികൾ കുറഞ്ഞു പോയിട്ടുള്ള അവസ്ഥകളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പതറി നിൽക്കുമ്പോൾ നമുക്ക് ചുറ്റിനും കുറേ എന്താ പറയുക മാലാഖമാരെ പോലെ കുറേ പേരെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അവരോടൊക്കെ ഇന്നും നന്ദിയുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിലരൊക്കെയാണ് മരുന്നുകളായിട്ട് നമുക്ക് എത്തിയേക്കുന്നത്. ഈ സൈഡ് എഫക്ട്സ് മാറ്റാനായിട്ട് ബ്ലഡ് കൗണ്ട് കുറയില്ലേ, ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വായ മുഴുവനും പഴുപ്പ്, അതുപോലെ നാവ് മുഴുവൻ കട്ടി വെച്ച് ഒരു ഭക്ഷണം പോലും ഇറക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്കൊരു മരുന്ന് വേണമെന്ന് പറയുമ്പോഴത്തേക്കും ആ സാധനം എത്തിച്ചു തരാനും അതിനുവേണ്ടി ഇപ്പം ഓറിയോണില അജിയുടെ അപ്പച്ചനാണ് എനിക്ക് ബ്ലഡ് കൗണ്ട് കൂടാനായിട്ട് പപ്പക്കായയുടെ കൂമ്പല കഴിച്ചാൽ മതിയെന്ന് എനിക്ക് പറഞ്ഞു തന്നത്. ആ സമയത്ത് ഒരു തരം മണ്ടരി വന്നിട്ട് പപ്പ നമ്മുടെ നാട്ടിൽ പൊതുവെ കുറവായിരുന്നു. ഇളയമ്മേരെ വീട്ടിൽ നിന്നൊക്കെയാണ് പപ്പക്കായയുടെ കൂമ്പല കൊണ്ടുവന്നേക്കുന്നത്. ജോഷിയേട്ടനുണ്ട്, അമ്മ ഇളയമ്മയുടെ മോനുണ്ട്. അവരെ വീട്ടിൽ നിന്ന് കൂമ്പല കവറിലാക്കിയിട്ട് ഓരോ ആഴ്ചയ്ക്കുള്ളത് കൊടുത്തേക്കുക. നമ്മുടെ മുറ്റത്തുള്ളതൊക്കെ തീർന്നു, എൻ്റെ വീട്ടിലുള്ളതും തീർന്നു. അങ്ങനെ ഒത്തിരി പേര് ഈ കരയുന്നവരായിരുന്നില്ല അവരാരും. നമ്മുടെ മുന്നിൽ വന്ന് കരഞ്ഞിട്ടും അഭിനയിച്ചിട്ടും ഒക്കെ പോയവരാരും അല്ല അവര്. ഈ കരയുന്ന ആൾക്കാരിലെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് നമുക്കൊരു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമാണ് അവരെ കാണുള്ളൂ. നമുക്ക് പോസിറ്റീവായിട്ടൊരു കാര്യം സംഭവിക്കുമ്പോൾ പ്രാന്ത പ്രദേശത്ത് അവരുണ്ടാവില്ല. മാത്രല്ല അവര് പരിപാടി ചെയ്യുന്നത് അറിയില്ല. അവർക്ക് തിരക്കുകളായിരിക്കും, കാണുന്നില്ല, അവര് തിരക്കുകൾ കൂടും. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഇവർ ആദ്യം ഒരു ഹാജരാകും. അവര് നമ്മോട് കൂടി സഹതപിക്കുന്നു എന്ന വ്യാജേന കണ്ണീർ വാർക്കും. പക്ഷെ ഒന്നും യഥാർത്ഥത്തിലൊന്നും സംഭവിക്കില്ല. അതിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലും അങ്ങനെ തന്നെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. നമ്മൾ പോസിറ്റീവായിട്ട് കാര്യമായിട്ട് നോക്കി അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ വളരെ കുറവായിരിക്കും. എനിക്ക് വേദന തോന്നുന്നു, ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഓടി വന്നിട്ട് എന്ത് മോനെ ചക്കര, എന്താ നിനക്ക് പറ്റിയ കൊട്ടാന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് വരും. നെഗറ്റീവ് വാർത്തകളോട് സഹതപിക്കാൻ ആൾക്കാർക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. അത് എനിക്കത് പലപ്പോഴും അത് യഥാർത്ഥ ഇഷ്ടമായിട്ട് ഈ പറഞ്ഞ പോലെ തോന്നാറില്ല. അവരെ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യരുതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വലിയ പാടാണ് ഞങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കി. മാത്രമല്ല ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എടുത്ത തീരുമാനം പോലെ നിങ്ങൾ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ മരുന്നൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്താൽ പോരെ. ഇങ്ങനത്തെ ഒരു നമ്മൾ നാടൻ ഭാഷയിൽ അതിപ്പോൾ നമ്മൾ പറയുന്നില്ല, അങ്ങനത്തെ ഒക്കെ ഇതിന് പോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചവരുണ്ടായിരിക്കും തീർച്ചയായിട്ടും. 100 പേരുണ്ടല്ലോ. ഞങ്ങൾക്ക് പ്രാർത്ഥന കുറവാണ്. പ്രാർത്ഥന കുറവുള്ളതുകൊണ്ടാണ് നമുക്ക് ഈ വലിയ രോഗം വന്നത് എന്ന് പറഞ്ഞ അന്ന് തന്നെ ചവിട്ടണമെന്ന് തോന്നിയതാ. പക്ഷെ ഒന്നും മിണ്ടിയില്ല. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ വിശ്വാസം മറ്റുള്ളവരെ കാണിക്കേണ്ട കാര്യമില്ല. ഇല്ല, പള്ളിയിൽ പോയിട്ട് ഏറ്റവും മുന്നിൽ കൈവിരിച്ച് നിൽക്കുന്നതാണോ പ്രാർത്ഥന? എനിക്കത് ഇന്ന് വരെ തോന്നിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാ നമസ്കാരത്തിൽ പുസ്തകത്തിൽ ആദ്യത്തെ മുതൽ അവസാനം വരെയുള്ള പേജുകൾ വായിക്കുന്നതാണോ പ്രാർത്ഥന? അതിനോട് ഞാൻ യോജിക്കുന്നില്ല. എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്, ചീറ്റ ചേട്ടൻ പലപ്പോഴും തലയ്ക്ക് സുഖമില്ല എന്നൊക്കെ പറയാറുണ്ട് എൻ്റെ പ്രാർത്ഥന കണ്ടിട്ട്. എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ളൊരു സംഭാഷണമാണ് എൻ്റെ പ്രാർത്ഥന. എനിക്ക് ദുഃഖം വരുമ്പോൾ വന്നിട്ട് എനിക്ക് എൻ്റെ മോൻ ഇതായോ, എൻ്റെ മോൻ ഇതായോ, എനിക്ക് എൻ്റെ സ്കൂളിലത്തെ പരിപാടി ഇങ്ങനെയാക്കി തായോ, എനിക്ക് കാശ് തായോ, ഇതും എൻ്റെ പ്രാർത്ഥനയിൽ പെടില്ല. എനിക്ക് ഉള്ള സങ്കടങ്ങൾ ഞാൻ പറയുന്നു, അതിന് ദൈവം ഒരു മറുപടി തരുന്നതായിട്ട് എനിക്ക് ഫീൽ ആവുന്നതാണ് എൻ്റെ പ്രാർത്ഥന. അപ്പം ഞാൻ മറുപടി ഏത് രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നതാണ് മറുപടി എന്ന് വിചാരിക്കരുത്. ഞാൻ ബൈബിൾ തുറന്നു വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അതിനുള്ള മറുപടി എനിക്ക് കിട്ടാറ്. അപ്പോൾ ബൈബിളിലത്തെ ചില സെൻറ്റൻസുകൾ ആ ഒരു ആവശ്യം ചിലപ്പോൾ എൻ്റെ ഒരു വിഷമം പറയുമ്പോൾ ബൈബിളിൽ എടുത്ത് വായിക്കുന്ന ആ സെൻറ്റൻസ് ശരിക്കും കറക്റ്റായിട്ട് എനിക്കുള്ള മറുപടി ആയിരിക്കും. അതാണ് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ശരിയായ വിശ്വാസത്തിലുള്ള പ്രാർത്ഥന തന്നെ. പിന്നെ എന്നാലാവുന്ന ഒരു നല്ല പ്രവൃത്തി ഒരാൾക്ക് ചെയ്യുന്നതാണ് എൻ്റെ അടുത്ത പ്രാർത്ഥന. അതായത് ജബിനിപ്പോൾ ഒരു ആവശ്യമുണ്ട്, അത് എനിക്ക് ചെയ്തു തരാൻ പറ്റുന്നതാണ് എൻ്റെ പ്രാർത്ഥന. അങ്ങനത്തെ രീതികളാണ് എൻ്റെ പ്രാർത്ഥന. എക്സർസൈസുകൾ മാത്രമല്ല പ്രാർത്ഥന, ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. നമ്മുടെ സ്കൂളിൽ അതിനുള്ള ഒരുപാട് അവസരങ്ങൾ എനിക്ക് ദൈവം തരുന്നുണ്ട്. ഒരുപാട് രോഗാവസ്ഥയിലുള്ള കുട്ടികളും ഓട്ടിസം ഉള്ള കുട്ടികളും ഒക്കെ നമുക്ക് മുന്നിൽ വരുന്നുണ്ട്. അവരെ കറക്റ്റ് ആക്കുമ്പോൾ അവരുടെ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രാർത്ഥനയുണ്ട്.
ആ പ്രാർത്ഥന എവിടെ കിട്ടുക നമുക്ക്? അത് നമ്മളിൽ തന്നെ വന്ന് ചേരും. അതൊക്കെയാണ് എൻ്റെ പ്രാർത്ഥനകളായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ ഒരു കുട്ടി വരുമ്പോൾ അത് അവരുടെ കുട്ടി എന്നല്ല ഞാൻ കാണാറ്. എൻ്റെ കുട്ടി ദൈവം എനിക്കായി തന്നതാണ്, എൻ്റെ മകനാണ് അല്ലെങ്കിൽ എൻ്റെ മകളാണ്. ഈ കുട്ടിയെ പൂർണ്ണമായും നല്ല ഉയർച്ചയിലേക്ക് എത്തിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് കണ്ടുകൊണ്ട് ആ കുട്ടിയോട് പെരുമാറുക. അതാണ് എൻ്റെ സ്കൂളിൻ്റെ വിജയവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതൊക്കെയാണ് എൻ്റെ പ്രാർത്ഥനകൾ. ആ ഒരു മെത്തേഡ് പ്രാർത്ഥന ആയതുകൊണ്ടാണ് എനിക്ക് പ്രാർത്ഥന ഇല്ല എന്ന് പലരും വിചാരിക്കുന്നത്. സത്യം പറയാന്ന് വെച്ചാൽ എനിക്ക് ക്യാൻസർ ചുറ്റിച്ചാണ് വന്നതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം ഒരുപാട് മനസ്സിലാക്കിയതും പഠിച്ചതും ഞാൻ ആ സുഖത്തോട് കൂടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് അതിൽ ഒരു വിഷമവും. ഇന്നിപ്പോൾ ചിറ്റച്ചാൻ്റെ അമ്മച്ചിക്ക് ക്യാൻസറിൻ്റെ ചെറിയ ലക്ഷണങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് വളരെ ഈസി ആയിട്ട് അമ്മച്ചീനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ല രീതിയിൽ കെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ടിറ്റോചാണ്ടിന് വേണ്ടി ഞാൻ കണ്ടമാനം പഠിച്ചിട്ടുണ്ട്, ഒരുപാട് പഠിച്ച് ഒരുപാട് രീതിയിൽ ടിറ്റോചാണ്ടിനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു കീമോ ചെയ്യണ സമയത്ത് ആ കീമോ മാത്രമല്ല ആയുർവേദവും ഹോമിയോയും ഒക്കെ പരീക്ഷിച്ചിട്ടുണ്ട് ടിറ്റോചാണ്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഇന്ന് സിമ്പിളായിട്ട് ചെയ്യുക മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ. അത് വളരെ റിസൾട്ടാണ് അമ്മച്ചി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മോഡേൺ മെഡിസിനെ തന്നെ എല്ലാവരും ആശ്രയിക്കുന്നു. അതേസമയം തന്നെ നമ്മളിപ്പോൾ ഈ മറ്റ് പല കാര്യങ്ങളും പലരും പറഞ്ഞു തരുന്നു. പലപ്പോഴൊക്കെ നമ്മുടെ തെറ്റായ ദിശയിലേക്ക് നമ്മുടെ ട്രീറ്റ്മെന്റിനെ വരെ മാറ്റിക്കളയുന്ന ആൾക്കാർ നമ്മുടെ മുന്നിലെത്താറുണ്ട്. ഇനി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആൾക്കാരോട്, നമ്മളിപ്പോൾ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ലൈഫ് നമ്മൾ തിരഞ്ഞെടുത്തു ഇങ്ങനെ ഒരു വളരെ ബാഡായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ, പക്ഷെ ഇത്തരം അവസ്ഥകൾ വരുമ്പോൾ അതിനെ ഇത്ര ആത്മധൈര്യത്തോടുകൂടി നേരിടാൻ പറ്റാത്ത ഒരുപാട് പേര് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ള ചില കാര്യങ്ങൾ, ഒരു നമ്മളിങ്ങനെ ചില വനിതയുടെയൊക്കെ ചില ഫീച്ചറിലൊക്കെ പറയുന്ന പോലെ പറയുകയാണെങ്കിൽ 1, 2, 3, 4 തുടങ്ങിയ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു ടീച്ചർ എന്ന രീതിയിൽ എന്താണ് വിമിതയ്ക്ക് പറയാനുള്ളത്? എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്, രോഗീനെ രോഗിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ, രോഗിക്കല്ല ശരിക്ക് ഒരു പഠനം ആവശ്യം. ഇപ്പം രോഗി എന്ന് പറയുന്ന ആൾ വെറും ഒരു റെസ്റ്റിംഗ് വ്യക്തി മാത്രമാണ്. ഈ ആളെ നോക്കുന്നവരാണ് ശരിക്കും പഠിക്കേണ്ടതും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കേണ്ടതും. രോഗിയാവുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാളെ എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലാക്കുക. ഇപ്പം ജെബിനൊരു അസുഖമുണ്ട്, ജെബിൻ്റെ സ്വഭാവങ്ങളുണ്ടല്ലോ, അത് മനസ്സിലാക്കിയിട്ട് വേണം ജെബിനോട് പെരുമാറാനായിട്ട്. അത് എൻ്റെ ഒരു രീതിയാണ്. അപ്പം ഞാൻ സൈക്കോളജിക്കലായിട്ടാണ് അവരോട് അപ്രോച്ച് ചെയ്യാറ് കൂടുതലും. അപ്പം അയാൾക്ക് പേടിയുണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ ജെബിന് ഈ രോഗത്തിനെ ഭയങ്കരമായിട്ട് പേടിക്കുന്ന ഒരാളാണ്. ആ ഭയത്തിനെയാണ് ഫസ്റ്റ് ഇല്ലാണ്ടാക്കുക. രോഗമില്ല, രോഗം ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഈ രോഗം ഇങ്ങനെ മാറും എന്ന് ജെബിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. ഈ വിശ്വാസം എന്നോട് ജെബിന് തോന്നണം, എന്നാലും ഞാൻ പറയുമ്പോൾ ജെബിൻ കേൾക്കുള്ളൂല്ലോ. അപ്പം അതിന് വേണ്ടി എനിക്ക് അറിവുണ്ടെന്നുള്ളത് ജെബിനെ ബോധിപ്പിക്കും. അതിന് വേണ്ടി ജെബിന് എന്താണോ വേണ്ടത് വെച്ചാൽ ഞാൻ ചെയ്തു തരും. അപ്പം അത് വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ജെബിന് എന്നെ അനുസരിക്കാൻ തുടങ്ങും. മെല്ലെ മെല്ലെ ജെബിന് എന്നെ അനുസരിക്കാൻ തുടങ്ങും. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ജെബിൻ രോഗമില്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ പകുതി രോഗം കുറയും. പിന്നെ മെഡിസിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഈ ഓരോ മെഡിസിൻ ചെയ്യുമ്പോഴും ഈ ആൾക്ക് എന്തൊക്കെ കുറവുകൾ വരുന്നുണ്ടെന്ന് നമ്മൾ വാച്ച് ചെയ്യണം. ഇത് രോഗിയല്ല വാച്ച് ചെയ്യേണ്ടത്, രോഗിയെ നോക്കാൻ നിൽക്കുന്ന ആളാണ് വാച്ച് ചെയ്യേണ്ടത്. കൈവേദന വരും. ക്യാൻസർ ഉള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അയാൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫുഡാണ്. ഇപ്പോൾ കുടലിലെ ക്യാൻസറാണ് ടിറ്റോചാണ്ടിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനത് വളരെയധികം പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ കുടലിലെ ക്യാൻസർ വരുന്ന ആളുകൾക്ക് എപ്പോഴും നമ്മൾ കട്ടിയുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാതിരിക്കുക. കീമോ ചെയ്യുമ്പോൾ കട്ടിയുള്ള ഫുഡ് കഴിക്കരുത്, അതാർക്കും അറിയില്ല. ഡോക്ടേഴ്സ് പറയും കട്ടിയുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കരുതെന്ന്. പക്ഷേ നമ്മുടെ കൊതി കാരണം കൊണ്ട് നമ്മളിതൊക്കെ കഴിക്കും. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഛർദി വരും, നമുക്ക് ഭയങ്കരമായ തളർച്ച വരും, മോഷൻ പോകാൻ ബുദ്ധിമുട്ടാവും, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ലിക്വിഡ് ഫുഡിലേക്ക് ആളെ മാറ്റണം. അപ്പോൾ ഈ ആൾക്ക് ലിക്വിഡ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിശക്കും എന്നിങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. പിന്നെ പെട്ടെന്ന് ദഹനം നടക്കുമല്ലോ. അപ്പോൾ അത് അയാളെ വിശ്വസിപ്പിക്കണം. നിങ്ങൾക്ക് വിശക്കില്ല, അരമണിക്കൂർ കൂടുമ്പോൾ നിങ്ങളത് കഴിച്ചാൽ മതി, വിശക്കില്ല, ഇത് കഴിച്ചാൽ വിശക്കില്ല. ആ ആവർത്തനം അയാളുടെ മൈൻഡിനെ മാറ്റും. എനിക്ക് വിശക്കില്ല എന്ന് പിന്നെ അയാളുടെ മൈൻഡ് പറഞ്ഞു തുടങ്ങും. അങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം. രോഗീനെ നോക്കുന്ന ആൾക്കാണ് കൂടുതൽ ശ്രദ്ധയും കാര്യങ്ങളും ഒക്കെ വേണ്ടത്. അതുപോലെ അയാൾ ഹൈജീനിക് ആയിരിക്കണം. രോഗി വൃത്തിയിൽ നടക്കണം. അത് രോഗിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ചെയ്തു കൊടുക്കേണ്ടത് രോഗീനെ നോക്കുന്ന ആളാണ്. അപ്പം ആ കാര്യം രണ്ടാമത്തെ പോയിന്റ്. ഒന്ന്, രോഗിക്ക് രോഗമില്ല എന്നുള്ളതും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുക. രണ്ടാമത്തത് ഹൈജീനിക് ആയിരിക്കണം എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ കുളിപ്പിച്ച് കൊടുക്കണമെങ്കിൽ നമ്മൾ കുളിപ്പിച്ച് കൊടുക്കണം. മടിയാണ് പൊതുവെ ഈ നോക്കാൻ നിൽക്കുന്നവർക്ക് കൂടുതലും കാണാറ്. ഇപ്പം എൻ്റെ വീട്ടിൽ ഞാൻ രോഗീനെ നോക്കാന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിനെയും എൻ്റെ മക്കളേനെയും പിന്നെ ഹസ്ബൻഡ് അമ്മേനെയും ഇപ്പം നോക്കണത്.
അപ്പം അതൊക്കെ എൻ്റെ സ്വന്തമായതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് ചെയ്യാനായിട്ട്. സ്നേഹമൊക്കെ ഉണ്ടാവും. വേറെ പുറത്തുനിന്ന് ഒരാളെ നോക്കുന്ന പോലത്തെ ബുദ്ധിമുട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇപ്പം അപ്പച്ചന് വയ്യാതെ കിടന്നിരുന്നു. എനിക്ക് ഒരു കുഴപ്പമുണ്ട്, പെർഫെക്ഷനിസ്റ്റാണ് ഞാൻ. ലഘു മാനസിക രോഗിയാണ് പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുന്ന പരിപാടി. അപ്പോൾ എനിക്കെല്ലാം ഞാൻ ചെയ്താൽ പെർഫെക്റ്റ് ആവുള്ളൂ എന്നൊരു തോന്നലുണ്ട്, തൃപ്തി ആവുള്ളൂ. അപ്പോൾ അപ്പച്ചനെ ഞാൻ തന്നെ കുളിപ്പിച്ച് കൊടുക്കുക, ഞാൻ തന്നെ ലോഷൻ പുരട്ടി, ഞാൻ തന്നെ എനിക്കെല്ലാം ഞാൻ ചെയ്താൽ കറക്റ്റ് ആവുള്ളൂ. വേറൊരാളെ ഏൽപ്പിച്ചാൽ എനിക്ക് സംശയമാണ്, ഇവർ വൃത്തി ചെയ്തുണ്ടാവില്ലായിരിക്കുമോ. അപ്പോൾ ഈ രോഗി സേഫായിരിക്കണമെങ്കിൽ വൃത്തി ഇമ്പോർട്ടൻ്റാണ്. അത് എപ്പോഴും നോക്കണം. അത് രോഗിക്ക് പറ്റില്ല എന്നും കൂടെ നിൽക്കുന്ന ആളത് ചെയ്തു കൊടുക്കണമെന്നും, നടക്കുന്നതല്ലേ തന്നെ ചെയ്തുകൂടെ എന്ന് തോന്നും നമുക്ക്. പക്ഷെ അത് ചെയ്യിപ്പിക്കരുത്. ടിറ്റോച്ചേട്ടൻ തന്നെ കുളിക്കാമെന്ന് പറഞ്ഞാലും ഞാൻ ചെയ്യിപ്പിക്കില്ല. അതിന് ടിറ്റോച്ചേട്ടൻ ശരിക്കും ചെയ്തില്ലെങ്കിൽ നമുക്കാണ് പണി കിട്ടുന്നത്. അപ്പം ഞാൻ സ്കൂൾ നടത്തുമ്പോൾ കൃത്യ ടൈമിങ്ങാണ് എല്ലാ കാര്യത്തിലും, ഭക്ഷണം കൊടുക്കണ കാര്യത്തിലായാലും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുള്ളൂ ഞാൻ. ആ ടൈമിന് അത് ചെയ്തോന്ന് മാത്രമേ നോക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പോൾ അവരത് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ ആ കറക്റ്റ് ആണോ എന്നുള്ളത്, പെർഫെക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. രോഗിക്ക് എല്ലാം പെർഫെക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. മൂന്നാമത്തെ കാര്യം ഇവരെ ഭക്ഷണക്കാരിയാണ്. ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ പറഞ്ഞില്ല, ലിക്വിഡ് ഫുഡ് കൊടുക്കണം. അപ്പോൾ അതുപോലെ നമ്മൾ ഓരോന്നും പഠിക്കണം. ഓരോ അസുഖാവസ്ഥയിലും ഏത് തരം ഭക്ഷണമാണ് കൊടുക്കേണ്ടതെന്ന്. ഇപ്പോൾ കുടലിലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഇനിയിപ്പോൾ വേറെ ക്യാൻസർ പേഷ്യൻസ് ഉണ്ടാവും, തലച്ചോറിനുണ്ട്, ഹാർട്ടിനുണ്ട്. ഓരോ ഡോക്ടറോടും ചോദിച്ചാലും ചില പ്രോട്ടീൻ പാടില്ല, ചിലതിന് ഇന്നത് പാടില്ല. ഇപ്പോൾ കിഡ്നിയിൽ കംപ്ലൈൻ്റ് ഉള്ള ആൾക്കാണെങ്കിൽ വെള്ളം പാടില്ല. അപ്പോൾ വിമിത അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂപ്പ് കുടിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് കിഡ്നി പേഷ്യൻറ്റിനെ കൊണ്ട് സൂപ്പ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിക്വിഡ് അയാൾക്ക് പറ്റില്ല. അപ്പോൾ അതങ്ങനെ പഠിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഡോക്ടേഴ്സ് പറയുന്ന നിർദ്ദേശങ്ങൾ ശരിക്ക് കേട്ട് മനസ്സിലാക്കി പരീക്ഷിച്ച് നോക്കുക നമ്മൾ. അതിൽ അയാൾക്കത് സക്സസ് ആവണില്ല എന്ന് കണ്ടാൽ നമ്മൾ തന്നെ മാറ്റം വരുത്തണം. നമ്മളത് ഡോക്ടറോട് കൺസൾട്ട് ചെയ്തിട്ട് മാറ്റിയാൽ മതിയല്ലോ. ഓരോ രോഗികളും ഓരോ യൂണീക്കാണ്, ഓരോ രീതി ഉണ്ടാവും ഓരോരുത്തരുടെ ഭക്ഷണത്തിൻ്റെ കാര്യം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ആൾക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടോ പറ്റുന്നില്ല എന്ന് നല്ലപോലെ സ്റ്റഡി ചെയ്ത് അതിനനുസരിച്ചുള്ള ചേഞ്ചസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. എപ്പോഴും ക്യാൻസർ പേഷ്യൻസിന് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഓക്കെയാണ്, ഏത് തരം പേഷ്യൻസിനും. അതുപോലെ ആവിയിൽ വേവിച്ച എല്ലാ ഫുഡുകളും, ബാക്കിയെല്ലാം പരമാവധി ഒഴിവാക്കുകയാണ് നല്ലത്. ഓയിലി ആയിട്ടുള്ള ഫുഡുകൾ പരമാവധി ഒഴിവാക്കുന്നതാണ് ബെസ്റ്റ്. എന്ന് വെച്ച് പ്രോട്ടീൻ മസ്റ്റാണ്. ഈ കീമോ ഒക്കെ ചെയ്യുമ്പോൾ പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ ധാരാളം കുറയും. അപ്പോൾ ഇതൊക്കെ ചെല്ലണം. അപ്പം നമ്മൾ ഭക്ഷണത്തിൽ കൂടെ ചെല്ലാനാണ് ഏറ്റവും നല്ലത്. അവർ ഒരുപാട് പ്രോട്ടീൻ പൗഡേഴ്സൊക്കെ തരും, പക്ഷെ അത് അത്ര സേഫ് അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ടിറ്റോച്ചേട്ടന് ആ സമയത്ത് ചിക്കൻ സൂപ്പും മട്ടൺ സൂപ്പും കൊടുത്തിരുന്നത്. കഴിക്കാൻ പറ്റില്ലല്ലോ ബാക്കിയൊന്നും. ആ സൂപ്പിലൂടെയാണ് ഈ പ്രോട്ടീൻസിനെ അകത്ത് കയറ്റിയിരുന്നത്. അതുപോലെ ഇപ്പോൾ മുട്ട കൊടുക്കുകയാണെങ്കിൽ മുട്ട പാലും ആയിട്ട് ഇങ്ങനെ പുഡിങ് പോലെ ആക്കിയിട്ട് കൊടുക്കും. അപ്പോൾ അത് സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് കഴിക്കാം, ദഹനം വേഗം നടക്കും. അതിന് ദഹനത്തിന് നല്ല പ്രാധാന്യം കൊടുത്തോണ്ട് നോക്കണം. ഈ 3 കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ രോഗിയെ ട്രീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞു. ഇനി രോഗിയെ കാണാൻ വരുന്നവരുടെ ഒരു ആറ്റിറ്റ്യൂഡിനെ പറ്റി പറയുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും? ഞാനൊരു 90% കാണാൻ വരുന്നവരെയും കയറ്റാൻ ആഗ്രഹിച്ചിരുന്നില്ല. കൂടുതലും ഞാൻ സംസാരിക്കുള്ളൂ, ടിറ്റോച്ചേട്ടനെ കാണിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വരുന്നവർ സഹതപിക്കുന്നവരുണ്ടല്ലോ, അവർ വന്ന രോഗിയോടാണ് സഹതാപം കാണിക്കുക. അവരാണെങ്കിലും അറിയേണ്ടത് എന്നുള്ള നിലയ്ക്ക്. ടിറ്റോ ഞാൻ നിൻ്റെ അത് കേട്ടപ്പോൾ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഒരു കരച്ചിൽ അങ്ങോട്ട് പാസ്സാക്കും. ഇത് കേട്ടിരിക്കുന്ന ടിറ്റോ ചേട്ടൻ, ഞാൻ ഇത്രയും വലിയ രോഗിയായി തീർന്നില്ലേ, ഇനി എനിക്ക് എത്ര കാലം ജീവിതം ഉണ്ടാവുമോ, അങ്ങനെ തുടങ്ങി ഏതറ്റം വരെയും ചിന്തിക്കാം. ആ ഒരു ചിന്ത മതി ഈ രോഗത്തിനെ കൂടുതലാക്കാൻ. ഇവരുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലയെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ സംസാരിക്കണം ടിറ്റോ ചേട്ടനോട്. ടിറ്റോ ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണോ, ടിറ്റോ ചേട്ടൻ കേൾക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താണോ, അത് മാത്രമാണ് ടിറ്റോ ചേട്ടനായിട്ട് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ടിറ്റോ ചേട്ടൻ പാട്ടാണ് ഏറ്റവും ഇഷ്ടം എന്നുണ്ടെങ്കിൽ പാട്ടിനെ കുറിച്ച് സംസാരിക്കും. ടിറ്റോ ചേട്ടനെ കൊണ്ടൊരു പാട്ട് പാടിക്കും, അല്ലെങ്കിൽ ടിറ്റോ ചേട്ടൻ ഒരു പാട്ട് എഴുതി, അല്ലെങ്കിൽ ആ എഴുതിയെന്ന് പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ അയാളുടെ ഇഷ്ടവുമായിട്ട് മാത്രമാണ് നമ്മൾ നിൽക്കുക. പുറത്തു നിന്ന് വരുന്ന ആൾ ദുഃഖം കാണിച്ചു അല്ലെങ്കിൽ അത് കാരണം അത്തരം ആൾക്കാരെ ഞങ്ങൾ പരമാവധി ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ പ്രാർത്ഥനയുടെ കുറവുകൊണ്ട് രോഗം പ്രാർത്ഥനക്കാരും തീരും കയറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ ടിറ്റോ ചേട്ടന് വിഷമമായി അത്. കാരണം പ്രാർത്ഥന ഇല്ലാത്തതുകൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ ടിറ്റോ ചേട്ടൻ ഇങ്ങനെ നമുക്ക് പ്രാർത്ഥന ഇല്ലാത്തതുകൊണ്ടാണ് ഇറ്റേരം പോയി അപ്പുറത്തെ കന്യാസ്ത്രീ എടുക്കണം, ആ കന്യാസ്ത്രീ പ്രാർത്ഥന ഇല്ലാത്ത ആളാണ് എന്ന് വെച്ച് ഞാൻ തൊട്ടപ്പുറത്തെ റൂമിൽ ബ്രെയിനിൽ ക്യാൻസറായിട്ട് ഒരു സിസ്റ്ററാണ് കിടക്കണേ. അപ്പോൾ ആ സിസ്റ്ററിന് പ്രാർത്ഥന ഇല്ലാണ്ടപ്പോൾ
അപ്പം ടീച്ചർ ചേട്ടൻ ശരിയാണല്ലോ, അപ്പുറത്തേൻ്റെ അപ്പുറത്ത് ഒരു അച്ഛനും കിടക്കുന്നുണ്ട്. ആ അത് ശരിയാ. അങ്ങനെ ടീച്ചർ ചേട്ടൻ്റെ ഉള്ളിൽ ആ ഒരു വിഷമം പിന്നെ തോന്നിയിട്ടേ ഇല്ല. അതിന് വന്ന് പറയുന്നത് നമ്മുടെ അത്ര അടുപ്പുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് തോന്നും, വിഷമം തോന്നും. അതിനുശേഷം ടീച്ചർ ചേട്ടൻ പ്രാർത്ഥനയൊന്നും അതുകൊണ്ടൊന്നല്ല നമുക്ക് അസുഖം വരണേ. പ്രാർത്ഥനയുടെ കുറവുകൊണ്ട് അസുഖം വന്നതൊക്കെ തെറ്റിദ്ധാരണയാണ്. എല്ലാവർക്കും അസുഖം വരുന്നില്ലേ? പള്ളിയിൽ അച്ഛനും എന്താ പ്രാർത്ഥിക്കാത്ത ആളാണോ, കന്യാസ്ത്രീ പ്രാർത്ഥിക്കാത്ത ആളാണോ? അപ്പോൾ നമുക്കത് നേരിട്ട് കാണുകയാണേ, അതിനുള്ള ഉത്തരം അവിടെ തന്നെ കാണുകയാണ്. നല്ലോണം പ്രാർത്ഥനകൾ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനാ ഗ്രൂപ്പുകളൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. പട്ടത്തച്ഛനൊരു പ്രാർത്ഥന അന്ന് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു എന്നും ചെല്ലാനായിട്ട്. അപ്പം അതൊക്കെ ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിരുന്നു. 4 പേരിങ്ങനെ വട്ടത്തിലിരുന്ന് കുരിശ് വരച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുരിശ് വരച്ച് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയൊക്കെ തന്നിരുന്നു. അപ്പോൾ അതൊക്കെ ഡെയിലി ചെയ്തിരുന്നു ഞങ്ങൾ. പ്രാർത്ഥിക്കാത്ത ആൾക്കാരല്ല. എല്ലാ 2ാം ശനിയാഴ്ചയും ജെറുസലേമിൽ ധ്യാനത്തിന് പോകും. അന്ന് രാത്രിയിൽ ഇരുന്ന് ധ്യാനം കൂടാറുണ്ട് ഞങ്ങൾ. അപ്പം അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാരായിരുന്നു. പക്ഷേ അതൊരു നിമിത്തം, ഒരു രോഗം വന്നു, അത് മാറ്റി തന്നു, അത്ര തന്നെ. അല്ല, ആ രോഗം വന്നു, നമ്മുടെ ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഒരു നീണ്ട 13 വർഷത്തിനപ്പുറം ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇതിനെപ്പറ്റി പറയാൻ പറ്റുന്നു. അപ്പൊ അതിനൊക്കെ കാരണമാക്കിയത് ആ രോഗമാണ്. പക്ഷെ ആ രോഗം വന്നതുകൊണ്ട് ഒരുപാട് പേരോട് എനിക്കിങ്ങനെ സംസാരിക്കാനും പറ്റിയില്ല. രോഗികളായിട്ടുള്ള പലർക്കും എനിക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയത് ഈ രോഗം വന്ന കാരണമല്ലേ, അല്ലെങ്കിൽ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ആൾക്കാരെ അഡ്രസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ നമ്മള് അതിന്റെ ഒരു എളിമയിൽ പറഞ്ഞെങ്കിലും ആക്ച്വലി ഒരു ടീച്ചറാണ്. ടീച്ചർ എന്തായാലും കുറച്ച് കുട്ടികളെ എന്തായാലും അഡ്രസ് ചെയ്ത് സംസാരിക്കുമല്ലോ. ഈ പ്ലേ സ്കൂളിന്റെ ഒരു പുത്തൂർ ഡേ കെയർ ആൻഡ് പ്ലേ സ്കൂൾ എന്നുള്ള ആ ടൈറ്റിലിന് കീഴെ ബിമിത ടിറ്റോ പ്രിൻസിപ്പൽ എന്നുള്ള ഒരു ടൈറ്റിലിനപ്പുറത്ത് BEd കഴിഞ്ഞുള്ള ആളല്ലേ? അതെ അതെ, ഞാൻ ഹിന്ദി BEd കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. ഹിന്ദി BA BEd. അതും വളരെ യാദൃശ്ചികമായിട്ട് ഇങ്ങനെ ഹിന്ദി പഠിക്കാം എന്നുള്ളൊരു തീരുമാനം എടുക്കുകയും തുടർന്ന് അങ്ങനെ BEd കഴിയുകയും ഈ BEdന് പോയ കാരണം കൊണ്ട് കല്യാണം നടക്കുകയും അതുകൊണ്ട് ടിറ്റോ ചേട്ടൻ്റെ അപ്പച്ചന് വളരെ നിർബന്ധമായിരുന്നു BEd കഴിഞ്ഞൊരു കുട്ടീനെ മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. മാഷ് HM ആയി വർക്ക് ചെയ്തിരുന്ന ഒരാളായതുകൊണ്ട് മക്കൾക്ക് ഒരു BEd കഴിഞ്ഞൊരു കുട്ടീനെ കെട്ടിച്ചു തരുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു. എനിക്ക് ശരിക്കും പറയാൻ ആ ഹിന്ദി BEd കൊണ്ട് ഒരു 4 വർഷം ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ. അത് ഗവൺമെൻറ് സ്കൂളുകളിലാണ് പഠിപ്പിക്കാൻ പോയിരിക്കണം. അതെനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ 4 വർഷം ഞാൻ ചാവക്കാട് ഗവൺമെൻറ് സ്കൂളിലും അഞ്ചങ്ങാടി ഗവൺമെൻറ് സ്കൂളിലാണ് പഠിപ്പിച്ചേക്കണം. നല്ലൊരു പാഠം അവിടെ നിന്ന് കിട്ടിയിരുന്നു. കാരണം നല്ലൊരു ധൈര്യം. അയ്യോ, അഞ്ചങ്ങാടി ഗവൺമെൻറ് സ്കൂളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കടപ്പുറത്തെ സ്കൂളാ. നല്ല പിള്ളേരാ, പക്ഷെ സ്നേഹമുള്ള കുട്ടികളാട്ടോ. നല്ല സ്നേഹമായിരുന്നു അവർക്ക്. എന്നെ മമ്മി എന്നാണ് വിളിച്ചിരുന്നത്. എല്ലാ ടീച്ചേഴ്സിൻ്റെ അന്നൊരു പേരിടുമല്ലോ, അപ്പോൾ അവരെനിക്ക് ഇട്ടിരുന്ന പേര് മമ്മി എന്നായിരുന്നു. അപ്പോൾ നല്ല സ്നേഹമുള്ള കുട്ടികളാണെങ്കിലും ഹിന്ദി ആയതുകൊണ്ട് തന്നെ പഠിക്കില്ല. അപ്പോൾ അവരെ പഠിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞത് എനിക്കൊരു ഹരമായിരുന്നു. ഈ ഹിന്ദി പഠിപ്പിക്കാൻ എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവുകയും ചെയ്യും കേട്ടോ. അങ്ങനത്തെ രീതിയിൽ എനിക്ക് പഠിപ്പിക്കാൻ അറിയാം. പഠിപ്പിക്കുക എന്ന് പറയുന്നതും ഒരു കലയാണ്. അതൊരു കലാകാരന്മാർക്ക് മാത്രമേ പറ്റുള്ളൂ ശരിക്കും. ഈ കല എന്ന് പറയുന്നത് ബ്രെയിനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രെയിനിൻ്റെ ഒരു സൈഡ് കലകൾ ചെയ്യാൻ പറ്റുന്നൊരു സെക്ഷനും, അതായത് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സെക്ഷനും, ബ്രെയിൻ്റെ മറ്റേ ഭാഗം പഠനം മാത്രം പറ്റുന്ന ഒരു സെക്ഷനും. അപ്പോൾ എൻ്റെയൊക്കെ ഒരു ഇത് തോന്നുന്നത് ആ ഒരു ഭാഗമാണ് കൂടുതൽ വർക്കിംഗ് എന്ന് തോന്നുന്നു. അപ്പോൾ ലാംഗ്വേജസും അവർക്ക് പറ്റും നന്നായിട്ട്. ഈ ക്രിയേറ്റിവിറ്റി, ലാംഗ്വേജ്, അതൊക്കെ ആ ഒരു കാറ്റഗറിയിലുള്ളവർക്ക് നന്നായി സാധിക്കും. അതുകൊണ്ടാണ് എനിക്ക് കുക്കിംഗ്, ഡാൻസ്, ഈ ആക്ടിങ്, ലാംഗ്വേജ് ഇതൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ഈസി ആയിട്ട് പറ്റണമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ മക്കളും ആ ഒരു ടൈപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന തന്നെ ആയിരിക്കില്ല അവർക്ക്. അപ്പോൾ അവരും കുറച്ച് ക്രിയേറ്റീവായിട്ട് തന്നെയാണ് പോണത്. ഹിന്ദി BEd കഴിഞ്ഞെങ്കിലും 4 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്കൂൾ ആരംഭിക്കുക ചെയ്തത്. അതിലേക്കൊരു തീരുമാനം എങ്ങനെയായിരുന്നു? കാരണം ഒരു 2004 ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മൾ ആലോചിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെന്റ് ആണ്. കാരണം പ്ലേ സ്കൂൾ എന്താണ്, നമ്മളിപ്പോ നഴ്സറി എന്നുള്ള വേർഡാണെന്നുണ്ടായിരുന്നല്ലോ. പ്ലേ സ്കൂള് അല്ലെങ്കിൽ ഡേ കെയർ, അംഗൻവാടി പോലും ഇല്ല, കാര്യമായിട്ടില്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ ഗവൺമെന്റ് സെക്ടറിലും ഇല്ല, പ്രൈവറ്റ് സെക്ടറിലും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്താണ് ഇങ്ങനെ ഒരു തോട്ട് വരുന്നത്. അത് എങ്ങനെയായിരുന്നു? ടിറ്റോ ചേട്ടൻ്റെ ചിന്തയായിരുന്നു. കാരണം ഞാൻ ഈ ജോലിക്ക് പോവലും കുറേ ദൂരേക്ക് ഇങ്ങനെ പോയി മോനെ നോക്കാനായിട്ട് വലിയൊരു ബുദ്ധിമുട്ട് വന്നു. മോനെ എവിടെയും ആക്കാൻ പറ്റുന്നില്ല. സ്കൂളിലാക്കാനുള്ള പ്രായം അവന് 2 വയസ്സ് 2.5 വയസ്സൊക്കെ ഉള്ള, അവന് 9 മാസമുള്ളപ്പോൾ മുതൽ ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി. ശരിക്കും പറയുകയാണെങ്കിൽ ആ സമയത്ത് നമ്മള് നഴ്സറി എന്ന് പറയുന്നത് പാവർട്ടിയെ സംബന്ധിച്ച് ഞാൻ പഠിച്ചതൊക്കെ CKCയുടെ നഴ്സറി ഉണ്ട്. അങ്ങനെ അന്നാണ് നഴ്സറി എന്നുള്ളൊരു വേർഡ്
നമ്മൾ കേൾക്കുന്നത്. പിന്നെ മുന്നേ എന്തോ ബാലവാടി എന്നുള്ള വാക്കൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ നഴ്സറി എന്നുള്ള ഇതിന്റെ തന്നെ ഒരു ന്യൂജൻ വെർഷൻ എന്ന് പറയുന്നത് CKC നഴ്സറിയാണ്. പിന്നെ പള്ളി സ്കൂളിൽ നഴ്സറി ഉണ്ട്. പള്ളി സ്കൂളിലാണ് മോനൊക്കെ പോയിരുന്നത്. അവന് ഒരു 2.5 വയസ്സുള്ളപ്പോ ഞാൻ പള്ളി സ്കൂളില് അവിടെ നഴ്സറിയിൽ കൊണ്ടുവന്നാക്കിയിട്ടാണ് സ്കൂളിൽ പോവാറ്. അവന് ഈ പറഞ്ഞ മാതിരി വലിയ കുട്ടികളല്ലേ, 4 വയസ്സായ കുട്ടികൾക്കാണ് നഴ്സറി ഉള്ളൂ. അപ്പോൾ നമുക്കാണെങ്കിൽ ഇവന് നേരം പോണില്ല. വീട്ടിൽ ആകെ ഒരു കുട്ടി ഇവനുള്ളൂ. എൻ്റെ വീട്ടിലാണെങ്കിലും ടിറ്റോച്ചൻ്റെ വീട്ടിലാണെങ്കിലും. അപ്പോൾ ഇവന് കളിക്കാനാരും ഇല്ല, കളിക്കാൻ നേരം പോണില്ല. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നാക്കും, കളിക്കാൻ ആളുണ്ടല്ലോ വെച്ചിട്ട്. പക്ഷെ വലിയ കുട്ടികളാണ്, അവരെ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ചെറിയ 2.5 വയസ്സുകാരന് എന്ത് പഠിക്കാനുള്ളത്. അപ്പോൾ എൻ്റെ വലിയൊരു വിഷമം ഉണ്ടായിരുന്നു. ഇവനൊരു കളിക്കാനൊരു കൂട്ട്, അല്ലെങ്കിൽ അവന് കളിച്ച് നടക്കേണ്ട ഒരു സ്കൂളുണ്ടായിരുന്നെങ്കിൽ എന്നിങ്ങനെ മനസ്സിൽ തോന്നാറുണ്ടായിരുന്നു. ആ ഒരു സന്ദർഭത്തിൽ എനിക്ക് സ്കൂളിലേക്ക് പോകാൻ നടക്കാണ്ടായി. കാരണം ടിറ്റോ ചേട്ടന് ഒരു ഇയർ ബാലൻസിൻ്റെ കംപ്ലയിൻറ്റ് വന്നു. ഇയർ ബാലൻസിൻ്റെ കംപ്ലയിൻറ്റ് വന്ന് അത് ഒരു 6 മാസം മരുന്ന് കഴിക്കും, ഒന്ന് മാറും, പിന്നെയും കണ്ടിന്യൂ ചെയ്യും. പിന്നെ അതിശക്തമായ തലവേദന, തലകറക്കം, ഛർദി. കടയിലേക്ക് തന്നെ ശരിക്കും പോകാൻ പറ്റണില്ല. അങ്ങനെ ഞങ്ങൾ മാതാ ഹോമിയോ മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് പറവൂർ ഒരു ഹോമിയോ മെഡിസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും കിടന്ന് ചികിത്സിക്കുന്ന ഒരു സ്ഥലം നമ്മുടെ കേരളത്തിലധികം ഇല്ല. അപ്പോൾ ഇവിടെ ആ സൗകര്യമുണ്ട്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ടിറ്റോ ചേട്ടൻ്റെ കയ്യിൽ ഇങ്ങനെ മെഷീൻ വെച്ചിട്ട് നോക്കി, കയ്യിലെ ഓരോ പോയിൻറ്റ്സ് നോക്കിയിട്ട് പറഞ്ഞു, ടിറ്റോ ചേട്ടൻ്റെ ചെവിയുടെ പല ഏങ്കിളിലും കഫക്കെട്ട് വന്നിട്ട് അതിങ്ങനെ റബ്ബർ പോലെ ഒരു ബോളായിട്ട് നിൽക്കുക. അപ്പോൾ നമ്മൾ എന്ത് മെഡിസിൻ കഴിച്ചാലും അവിടുത്തെ നെർവുകളൊക്കെ ഇങ്ങനെ പ്രസ്സായി നിൽക്കണ കാരണം കൊണ്ടാണ് ഇടയ്ക്ക് ഈ തലകറക്കം വരുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്നതും. ഇയർ ബാലൻസിൻ്റെ മാത്രം കംപ്ലൈൻ്റ് അല്ല, ഇത് മാറണം, ഇത് മാറിയാലേ തലവേദനയും കാര്യങ്ങളും മാറുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു 21 ദിവസം അവിടെ അഡ്മിറ്റായി. അങ്ങനെ അവിടെ അഡ്മിറ്റായി കിടക്കുമ്പോഴാണ് എനിക്ക് ഒരു ജോലി വേണം, ഞാൻ വീട്ടിൽ എന്തായാലും ഇരിക്കില്ല എന്ന് പറഞ്ഞു. ജോലിക്ക് എന്തായാലും എനിക്ക് പോകണം. അപ്പോൾ വീട്ടിൽ ടിറ്റോ ചേട്ടനെ നോക്കണം, മോനെ ഒരു എൻ്റർടൈൻമെൻറ്റ് മോന് കൊടുക്കണം, ഇതൊക്കെ കൂടി നടക്കാവുന്ന എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്ത വന്നു. അങ്ങനെ ടിറ്റോ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചി ഇറ്റലിയിൽ ഡാക്കേർ നടത്തുന്നുണ്ട്. അപ്പൊ ചേച്ചി വരുമ്പോ ഡാക്കേറിനെ കുറിച്ചൊക്കെ ടിറ്റോ ചേട്ടൻ്റെ ഫ്രണ്ടുമായിട്ട് ഗൾഫിലൊക്കെ ആ സമയത്തുണ്ട്. ഗൾഫിലെ നമ്മുടെ മലയാളികളായിട്ടുള്ള വീട്ടമ്മമാര് അവർക്കൊരു ബോറടി മാറ്റാനൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ ചേച്ചി അവിടെ ടൈം പാസിന് വേണ്ടിയിട്ട് വീട്ടിൽ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ ടിറ്റോ ചേട്ടൻ ഇവരുമായിട്ട് സംസാരിക്കുമ്പോൾ കാണാറുണ്ട്. അപ്പോൾ ടിറ്റോ ചേട്ടന് തോന്നിയൊരു ഐഡിയ ആണ്, ഇങ്ങനെ ഒരു സാധനം തുടങ്ങുകയാണെങ്കിൽ നിനക്ക് ഈസി ആയിട്ട് നോക്കാനും പറ്റും. വീടിനോട് അടുത്ത ഏതെങ്കിലും സ്ഥലത്ത് നമുക്ക് ഒരു വീട് റെൻറ്റിന് നോക്കാം, അങ്ങനെ തുടങ്ങാം. അപ്പോൾ നിനക്കൊരു ജോലിയായി, പിന്നെ മോനെ നിനക്ക് നിൻ്റെ കൂടെ തന്നെ നോക്കുകയും ചെയ്യാം, ദൂരേക്ക് പോകണ്ട. അപ്പോൾ ഉച്ചയ്ക്ക് നിനക്ക് ഊണ് കഴിക്കാൻ വീട്ടിലേക്ക് വരാം, അപ്പോൾ ഞാൻ വരുമ്പോൾ നീ ഉണ്ടാവും. അങ്ങനെ അതുകൊണ്ട് എല്ലാം കൊണ്ടും ഒരു സൗകര്യമുള്ളൊരു സാധനമായിട്ട് പറഞ്ഞു. അപ്പം ഞങ്ങൾ പിന്നെ എനിക്ക് പിന്നെ പെട്ടെന്ന് ജോലിക്ക് പോകണം, ആ ഒരു തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ടിറ്റോ ചേട്ടൻ ആദ്യം അന്വേഷിച്ച വീടൊന്നും കിട്ടിയില്ല. പിന്നീട് അപ്പച്ചൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വീട് കിട്ടി, നേരെ ഓപ്പോസിറ്റുള്ള ഒരു വീട്. അവർ ബാംഗ്ലൂരാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ വല്ലപ്പോഴും നാട്ടിൽ വരണുള്ളൂ, പെരുന്നാൾക്കൊക്കെ വരുള്ളൂ. അപ്പോൾ ഞങ്ങൾ പെരുന്നാൾക്ക് നിങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ആ ദിവസങ്ങളിൽ മുടക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. തുടങ്ങുമ്പോൾ ഒരു കുട്ടി ഉണ്ടായിരുന്നുള്ളൂ സത്യത്തിൽ. ആ ഒരു കുട്ടീനെ വെച്ചിട്ടാണ് നമ്മൾ ആ കുട്ടി നമ്മുടെ കുട്ടി ആ കുട്ടി ഉറങ്ങുമ്പോൾ ഞങ്ങളെല്ലാവരും ഉറങ്ങാം, 2 സ്റ്റാഫും ഞാനും. പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ജനങ്ങൾക്കൊന്നും അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയിട്ടില്ല. ആളുകള് വീട്ടിൽ അമ്മയുണ്ടല്ലോ, അമ്മ നോക്കിയാ പോരെ, എന്തിനീ സ്കൂളിൽ കൊണ്ടുവന്നാക്കണേ. ഇത്രയും ചെറിയ കുട്ടീനെ 4 മാസം മുതൽ നമ്മൾ നോക്കാന്ന് പറഞ്ഞു. അതിന് ഫുൾ നോട്ടീസ് അടിച്ചിറങ്ങി. നിങ്ങളൊരു ടാഗ് ലൈൻ അതായിരുന്നു, 4 മാസം. അതെവിടെയും ഇല്ല. കാരണം ഒരു നഴ്സറിയിൽ പോലും 4 മാസമായി കുട്ടീനെ എടുക്കാൻ പറ്റില്ലല്ലോ. വയസ്സ് അല്ലെങ്കിൽ 2.5 വയസ്സെങ്കിലും ആവാതെ എടുക്കില്ല നഴ്സറിയിൽ പോലും. അപ്പോൾ അതിനൊക്കെ ചെറിയ കുട്ടീനെ നോക്കാൻ തയ്യാറായാൽ ജോലിക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ 4 മാസമൊക്കെ നമ്മൾ പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ഇങ്ങോട്ട് വരിവരിയായിട്ട് പിള്ളേർ വരുന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ ഒരു മാസം ഈ ഒരു കുട്ടി മാത്രം ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേരാണെങ്കിൽ ജീവനാന്നാ. ഞങ്ങൾക്ക് ജീവനായി അത്. ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ഒരു കുട്ടിയും കൂടി 4 മാസമുള്ള ഒരു കുട്ടീനെ കൊണ്ടുവന്നേക്കി. അവിടെ നിന്ന് അങ്ങോട്ട് മെല്ലെ കയറ്റം തന്നെയായിരുന്നു. 3 വർഷം ആ വീട്ടിൽ ഞങ്ങൾ റെന്റിനെടുത്തു. 2003 ഒരു കുട്ടിയെന്നാണ് നമ്മളത് ആരംഭിച്ചത്. പിന്നെ നമ്മളൊരു കുട്ടി, അതെ, നമ്മുടെ മോനും. അവന്റെ കുറെ ടോയ്സും പറക്കി വെച്ചിട്ടാണ് തുടങ്ങിയെന്ന് പറയാട്ടോ. കാരണം വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ. ഈ റെന്റും മോന്റെ കുറെ ടോയ്സൊക്കെ എടുത്തു വെച്ച്
ശരിക്കും അങ്ങനെയാണ് തുടങ്ങിയത്. പക്ഷെ ആ ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ ആ സമയത്ത് എനിക്ക് നിർത്തിയാലോ എന്നുള്ള തോന്നലുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ ഈ ഒരാളെ വെച്ചിട്ട് 2 സ്റ്റാഫിന് സാലറി കൊടുത്തിട്ട് എങ്ങനെ ഇത് കൊണ്ടുപോകും? എത്ര മാസം പോയി? ഒരൊറ്റ മാസം. അപ്പോഴത്തേക്കും ഓരോരുത്തർ മെല്ലെ മെല്ലെ വന്നു തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഞാൻ അപ്പച്ചനോടും ടിറ്റോച്ചനോടും പറയാറുണ്ട്, നമുക്കിത് തുടരണോ എന്നൊക്കെ ചോദിക്കാം. പക്ഷെ അപ്പച്ചനാണ് നല്ല സ്ട്രോങ് ആയിട്ട് എനിക്ക് ധൈര്യം തന്നത്. അപ്പച്ചൻ പറഞ്ഞു, ഇങ്ങനെ തന്നെ എല്ലാതും തുടങ്ങുക, നീ ഇത് ഒരാളുള്ളൂ എന്നിങ്ങനെ ദിവസവും ചിന്തിക്കണ്ട, ഇതൊക്കെ വളരും. അപ്പച്ചൻ്റെ സ്കൂളിൽ നഴ്സറി ക്ലാസ് തുടങ്ങിയിട്ട് ആകെ വളരെ 4 പേരായിട്ട് തുടങ്ങിയിട്ട് ഇപ്പം അത് 10, 35, 40 കുട്ടികളിലേക്ക് എത്തിയില്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഇൻസ്പിറേഷൻ, ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. ഒരു പേടിയും വിചാരിക്കണ്ട, അടുത്ത മാസം കുട്ടികൾ വന്നിരിക്കും, എനിക്ക് വരുമോ എന്നുള്ളൊരു പ്രതീക്ഷയില്ല. പക്ഷെ അപ്പച്ചന് നല്ല ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ടിറ്റോ ചേട്ടനും ഉണ്ടായിരുന്നു. ടിറ്റോ ചേട്ടൻ പറയും, ചെയ്യേ, നാളെ ആൾ വരും എന്നുള്ളൊരു പ്രതീക്ഷ അവർ നന്നായി തന്നിരുന്നു കേട്ടോ. അത് എൻ്റെ ഡാഡി ആദ്യമൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നു ഡാഡിക്ക്. ഇത്രയും പഠിച്ചിട്ട് ഈ കുട്ടികളെ നോക്കലാണോ നീ സെലക്ട് ചെയ്തേ എന്നൊക്കെ ചോദിച്ചിട്ട് ഡാഡി ആദ്യമൊക്കെ ചീത്ത പറയായിരുന്നു. പക്ഷെ മമ്മി ആ സമയത്തും അപ്പോഴും നിനക്ക് പറ്റുന്ന കാര്യമാണ്, നീ ചെറുപ്പം മുതലേ കുട്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളല്ലേ എന്നൊക്കെ പറഞ്ഞ് മമ്മി എന്നെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തായിരുന്നു കേട്ടോ. ആദ്യം എതിർത്തെങ്കിലും പിന്നീട് ഡാഡി ഒരുപാട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ ഇവരൊക്കെ കൂടെ ഉള്ളത് കൊണ്ടാണ് സത്യത്തിൽ ഞാനത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുട്ടികൾ മെല്ലെ വളരാൻ തുടങ്ങി. കൂടി ആ ഒരു വർഷം തന്നെ ഏകദേശം 25ആയി. പിന്നെ മെല്ലെ അത് ഒരു 3 വർഷം ആകുമ്പോഴത്തേക്കും ഏകദേശം 40ഓളം കുട്ടികളായി. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഇതിനെ റെന്റ് കൊടുത്ത് മുന്നോട്ട് പോകുന്നതിനേക്കാളും നല്ലത് സ്വന്തമായിട്ടൊരു ബിൽഡിങ് എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നു. അപ്പം നമ്മുടെ ഈ പരിസരത്ത് എന്ന് പറയാവുന്ന അങ്ങനത്തെ ഒരു ഡേ കെയറില്ല. അപ്പോഴേക്കും ഈ അംഗൻവാടികൾ ആരംഭിച്ചു. പഞ്ചായത്തിൽ വന്നിട്ടുണ്ട്, എല്ലാം വാർഡിലും വന്നിട്ടില്ല. ഒരു 4-5 വാർഡിന്റെ ഇടയിൽ ഒരു അംഗൻവാടി അങ്ങനെയായിട്ട് വന്നു. അപ്പം നമ്മുടെ വാർഡിലില്ലാന്ന് തോന്നുന്നു, തൊട്ടടുത്ത വാർഡിലുണ്ട് ഒരു അംഗൻവാടി ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നമ്മുടെ അടുത്തേക്ക് ഒന്നും ആരും വരില്ലായിരിക്കുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പച്ചൻ പറഞ്ഞു, എന്തായാലും നമ്മൾ ഇത്രയും ഡെവലപ്പായില്ലേ, എന്തായാലും വല്ലാണ്ട് അങ്ങോട്ട് കുറഞ്ഞു പോവില്ല, നമുക്ക് എന്തായാലും ഒരു ബിൽഡിങ് നോക്കാം. ആ ഒരു തോന്നലിലേക്ക് എത്തി. അപ്പം എനിക്ക് ഏകദേശം അറിയാം എന്തൊക്കെ ആവശ്യങ്ങളാണ് ഡേ കെയറിൽ വേണ്ടത്. അപ്പം അതനുസരിച്ചാണ് സ്കൂള് ചെയ്തത്. ഫുൾ ആ ബിൽഡിംഗ് അങ്ങനെയാണ്. സ്കൂളിന് വേണ്ടി തന്നെ ഓരോ റൂമും സെറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെ വേണം, എയർ പാസിങ് എങ്ങനെ വേണം, അങ്ങനത്തെ കാര്യങ്ങൾ, രോഗങ്ങൾ കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിച്ചിട്ടാണ് ആ ബിൽഡിംഗ് കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 3000 സ്ക്വയർ ഫീറ്റിൽ നമ്മൾ ബിൽഡിംഗ് പണിതു. അതിനു മുൻപ് ഞങ്ങൾ എറണാകുളമൊക്കെ പോയിട്ട് കുറെ പ്ലേ സ്കൂളുകൾ കണ്ടു. അപ്പോൾ കുറച്ച് ഐഡിയാസ് ഒക്കെ അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്ത് അതിന്റെ ഭാഗമായിട്ടാണ് സ്കൂളിനൊരു സ്റ്റേജ് എന്നൊരു തീരുമാനം എടുത്തത്. അത് എറണാകുളത്ത് ഞങ്ങൾ കണ്ടിട്ട് വന്ന ഒരു കാര്യമാണ്. അപ്പൊ അതൊക്കെ ഇന്ന് ഭയങ്കര വലിയൊരു സ്കൂളിൻ്റെതായ എല്ലാതും ഉള്ളൊരു സ്ഥാപനമായി മാറ്റി. പവർട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സ്കൂളുകൾ, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതിന്റെ ഇടയിലാണ് ഒരു പ്രൈവറ്റ് ആയിട്ട് ഒരു സ്വകാര്യ സ്കൂള്, ഒരു ചെറിയ സ്ഥാപനം, അത് നിൽക്കാന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. നമ്മൾ ഈ ബിൽഡിംഗ് പണിതതിന് ശേഷം നമ്മൾ സ്കൂളിന് വണ്ടി സൗകര്യം ഉണ്ടായിരുന്നു. ഓരോ വീട്ടിലും ചെന്നിട്ടാണ് കുട്ടികളെ എടുത്തുകൊണ്ടിരുന്നത്. 4 മാസമുള്ള കുട്ടികളെയൊക്കെ നമ്മൾ അങ്ങനെ പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. പലരും ഉറങ്ങിക്കിടക്കണോടത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അമ്മമാര് ജോലിക്ക് പോകുന്ന വീടുകളിൽ ഇത് കൂടിയേ കഴിയൂ. അതെ, അങ്ങനെ പലയിടത്തും ഒരു ഏകദേശം 5 കിലോമീറ്റർ ചുറ്റളവിൽ ഫുള്ള്. പിന്നെ ഇപ്പോൾ നമ്മൾ വണ്ടി നിർത്തി. അപ്പം അതിൻ്റെതായ ചെറിയ കുറവുകളൊക്കെ വന്നു. അന്ന് 100 ചില്ലാനം കുട്ടികൾ വന്നു വണ്ടിയുള്ള സമയത്ത്. പിന്നെ വണ്ടി നിർത്തിയപ്പോൾ അത് 80 ആയി കുറഞ്ഞിരുന്നു. പിന്നെ കോവിഡിന്റെ സമയം വന്നപ്പോൾ ഫുൾ ക്ലോസ് ചെയ്തു, നിർത്തിയില്ല. അന്ന് സ്റ്റാഫിനെ മൊത്തം മാറ്റി, ഫുൾ സ്റ്റാഫും പോയി. വീണ്ടും പുതിയതായിട്ട് തുടങ്ങി. അപ്പൊ 3 കുട്ടീന്നാ തുടങ്ങിയത്. ഇപ്പൊ അത് വീണ്ടും 45ലേക്ക് എത്തി. പലരും അന്ന് എന്നോട് ഇങ്ങനെ, അതേ ഒരുപാട് സ്കൂളുകൾ തുടങ്ങി, എല്ലാ സ്കൂളുകളും പ്ലേ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊക്കെ എല്ലാവരും പറയും, വിമിത നീ ഇനി ഇത് തുടങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ, എനിക്ക് വേറെ എന്തെങ്കിലും നോക്കിക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. മാത്രല്ല ഇപ്പൊ ഇവിടെ നമ്മള് 4 മാസം എന്നുള്ള സമയത്ത് നമ്മൾ ചേർത്തു. അതിനുശേഷം പിന്നീട് പ്ലേ സ്കൂളിന്റെ ഇതിലേക്ക് വന്നു, ഡേ കെയർ മാറി പ്ലേ സ്കൂളായി, പിന്നെ KG കൂടി ആയി. KG വന്നു. പക്ഷെ അതിനുശേഷം 1ാം ക്ലാസ് തൊട്ട് വേറെ സ്കൂളിലേക്ക് മാറ്റണം. മറ്റ് സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ചേർത്തി കഴിഞ്ഞാൽ ഇപ്പൊ 4 മാസം തൊട്ടില്ല, പക്ഷെ KG സെഷനിൽ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ചിലപ്പോൾ ഒരു 10th വരെ പോവാലോ. അപ്പൊ പിന്നെ ഒരു പറിച്ചു നടൽ ആവശ്യമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഇപ്പൊ എല്ലാ സ്കൂളിലും പ്ലേ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പൊ പ്ലേ സ്കൂളിൽ ചേർത്തി കഴിഞ്ഞാൽ പിന്നെ 10th വരയ്ക്ക് അങ്ങനെ പോവാലോ. എന്നിട്ടും ഇവിടെ ചേരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു ട്രസ്റ്റ് ആണ്, നിങ്ങളിലുള്ള വിശ്വാസം തന്നെയാണ്. കാരണം ഞാൻ എപ്പോഴും വരുന്ന കുട്ടികളുടെ അവരുടെ കഴിവിന് ഒരു സ്റ്റെപ്പ് കയറ്റണം എന്നുള്ള ധാരണയിലാണ്. അപ്പം നമുക്ക് എല്ലാ മാസവും ഓരോ പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പോൾ ആ പ്രോഗ്രാംസ് സ്റ്റേജ് ഉണ്ട്. അപ്പോൾ സ്റ്റേജിൽ കയറാനുള്ള പേടി എല്ലാവർക്കും മാറുകയാണ്.
അതേപോലെ അവർ എത്ര കഴിവില്ലാത്ത കുട്ടിയായിക്കോട്ടെ 0 ലെവലിൽ വരുന്ന കുട്ടീനെ ഞാൻ ഡെവലപ്പാക്കി എടുക്കും. അതെൻ്റെ കോൺഫിഡൻസാണ്. അത് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കുട്ടികൾ വരുന്നത് തന്നെ. 25 വർഷത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം. 2003 തുടങ്ങി 2028 അല്ലെ 25 വർഷം പൂർത്തിയാവും. 10ാം വാർഷികം വളരെ ആഘോഷപ്രദമായിരുന്നു. ഞാനും അതിന്റെ പിന്നണിയിലുണ്ടായിരുന്നു. ജെബിനുള്ളത് കൊണ്ടാണ് എനിക്ക് ഞങ്ങളുടെ ആ പ്രോഗ്രാം ഇത്രയും ഭംഗിയായെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പാർട്ടിയിൽ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നൊരു ഇവന്റ് അതായിരുന്നു. പിന്നീട് കുറെ ചെയ്തിട്ടുണ്ട്. 13 ഞാൻ അത് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നൊരു ഇവന്റ് ആയിരുന്നു. ഞങ്ങൾക്ക് പോലും അങ്ങനെ ഒരു പ്ലാൻ ഇല്ലായിരുന്നു കേട്ടോ. നന്നായി ഗ്രാൻഡായിട്ട് നടത്തണമെന്നുണ്ട്, പക്ഷെ എങ്ങനെ ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ല. അപ്പോഴത്തെ ജെബിന്റെ കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത്. അന്ന് എനിക്ക് തോന്നുന്നു മറ്റേ LED ബോളൊന്നും ഉണ്ടായിരുന്നില്ല, പ്രൊജക്ടറൊക്കെ വെച്ചിട്ട് നമ്മൾ കുറെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ലൈവ് അതും ജെബിന്റെ ഐഡിയ ആയിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് വളരെ പ്ലസ് ആയിട്ട് ചെയ്യാൻ പറ്റി. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പന്റെ അമ്മയൊക്കെ ഒരു സപ്പോർട്ട്. അതില് ഡേവിഡ് മാഷ്, ടിറ്റോ ചേട്ടൻ അപ്പച്ചൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. അദ്ദേഹത്തിന്റെ നല്ല ഓർമ്മകളുണ്ട്. അതുപോലെ തന്നെ മക്കളെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടുപേരും ആർട്ടിസ്റ്റുകളാണ്. വിഷ്വൽ മീഡിയയിലാണ് രണ്ടുപേരും വർക്ക് ചെയ്യുന്നത്. ഒരാള് റാങ്ക് ഹോൾഡർ ആയിരുന്നു, മൂത്താള് MAക്ക് റാങ്ക് ആയിരുന്നു. അതിനുശേഷം ഇപ്പൊ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. അപ്പൊ അവരുടെയൊക്കെ ലൈഫില് നമ്മുടെയൊക്കെ ഇടപെടൽ അല്ലെങ്കിൽ അവരായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് അത് ഊഷ്മളമാക്കി നിർത്തുന്നത് എങ്ങനെയൊക്കെയാണ്? മക്കളെ നമ്മൾ ആദ്യം തന്നെ പഠിക്കണം. മക്കള് നമ്മളെ ആദ്യം പഠിക്കുന്നുണ്ട് കേട്ടോ. ജനിക്കണ അന്ന് മുതൽ ഓരോ മക്കളും നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവര് നമ്മളെ മനസ്സിലാക്കിയിട്ടാണ് ഓരോന്ന് നമുക്ക് എറിയുക. നമ്മുടെ മേത്തേക്ക് എറിയുന്ന ഓരോ അമ്പും നമ്മൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാല് നമ്മളെ കറക്റ്റ് പഠിച്ചിട്ടാണ് തരുന്നത്. അപ്പൊ അത് മറികടന്നിട്ട് വേണം അവരോട് പെരുമാറാൻ. അതാണ് മെയിൻ മക്കളുടെ അടുത്തുള്ള ഒരു അപ്രോച്ച്. പല പാരൻസിനും അറിയില്ല. ഇന്നത്തെ പാരൻസിന് കുട്ടികളെ സ്നേഹിക്കണം എന്നുള്ള അമിതമായ ആഗ്രഹമാണ്. എങ്ങനെ സ്നേഹിക്കേണ്ടതെന്ന് അറിയില്ല. ഭയങ്കരമായിട്ട് സ്നേഹിക്കും. അവർക്ക് ആവശ്യപ്പെടുന്നത് മുഴുവൻ കൊടുക്കലാണ് ഇന്നത്തെ പാരൻസിന്റെ ഒരു രീതി. ടിറ്റോ ചേട്ടൻ എപ്പോഴും പറയും, നീ ചോദിക്കുന്നത് പൈസ ചോദിക്കുമ്പോൾ അങ്ങോട്ട് അയച്ചു കൊടുക്കുക എന്ന് പറയും. പക്ഷെ അവരെന്നോട് ചോദിക്കുന്നത് ആലോചിച്ച് മാത്രമേ ചോദിക്കുള്ളൂ. അതെനിക്ക് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ എന്ന് നന്നായി അവർ സ്വയം ചിന്തിച്ചിട്ടേ ചോദിക്കുള്ളൂ. അല്ലാതെ എന്നോട് ചോദിക്കില്ല. കാരണം ഞാൻ നോ ഒന്നും പറയാറില്ല. അത് നോ പറയും തോറും നമ്മളിൽ നിന്ന് അകലേ ഉള്ളൂ. ഞാൻ ഇത്രയും ചോദിക്കും, നിനക്കിത് ആവശ്യമാണോ, എനിക്ക് എത്ര രൂപ ആവശ്യമുണ്ട്. അപ്പോൾ അവർ കാൽക്കുലേറ്റ് ചെയ്യും, എനിക്ക് എത്ര രൂപ ആവശ്യമുണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എനിക്ക് ഇത്ര രൂപ തന്നാൽ മതി, ഇന്ന ആവശ്യമാണ് എനിക്ക് നടത്താനുള്ളത്, എനിക്ക് ഇത്ര രൂപ തന്നാൽ മതി. ശരി, ഓക്കെ. ടൂറുകൾ ചോദിക്കും അവർ, ഞാൻ ഇങ്ങോട്ട് പോട്ടെ. പൊക്കു, പക്ഷെ അതിൻ്റെ ദോഷങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ഇത്ര ചിലവുകളുണ്ട്, ഇത്ര കാര്യങ്ങൾ, ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇത്രയുണ്ട്, അപ്പം എൻ്റെ കയ്യിൽ ഇത്ര കാശേ ഉള്ളൂ. അങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവരത് വേണ്ടാന്ന് തീരുമാനിക്കും സ്വയം. അല്ലെങ്കിൽ അത് അമ്മേനെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞാൻ എനിക്കുള്ളപ്പോൾ ചെയ്തോളാം എന്ന് പറയും. അപ്പം അങ്ങനെ അവരെ കൊണ്ട് ചിന്തിപ്പിച്ച് അവരിലൊരാളായി നിന്ന് അവരുടെ കൂടെ പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥമായി അവർ സ്നേഹം നമുക്ക് തരുന്നത്. എല്ലാ പേരൻസും എന്നോട് വെറുപ്പുണ്ടാവരുത്. അച്ഛൻ വിചാരിക്കുന്നത് എൻ്റെ മോനെ എന്നോട് വെറുപ്പുണ്ടാവരുത്. അപ്പോൾ അവന് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുത്താൽ എന്നോട് അവന് ദേഷ്യം ഉണ്ടാവില്ല. പക്ഷെ അവന് വേണ്ടാത്തത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അങ്ങനെ വരുമ്പോൾ അവൻ ചിന്തിക്കുക അവന് കാശ് കിട്ടാനുള്ള ഒരു മെഷീനായിട്ട് നമ്മൾ മാറും. അപ്പം അത് പാടില്ല. അത് അവന് ആവശ്യമുള്ളതാണെന്ന് അവനെ കൊണ്ട് ചിന്തിപ്പിച്ചിട്ട് അവനെ കൊണ്ട് പറയിപ്പിക്കണം. അവൻ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ പഠിക്കുന്നില്ല, കുറ്റപ്പെടുത്താൻ നമുക്ക് ഈസി ആയിട്ട് പറ്റും. എന്തുട്ടാ നിനക്ക് കുറവ്? ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തിന്റെ കുറവുണ്ടായിട്ടാണ് സമയത്ത് ഞങ്ങൾക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല, നിനക്ക് എന്തൊക്കെ തരുന്നു ഞാന്, നിനക്ക് എന്താ പഠിച്ചാല്, നിനക്ക് എന്തിൻ്റെ കുറവുണ്ടായിട്ടോ? ഈ ഡയലോഗ് പാരൻസ് എല്ലാവരും എപ്പോഴും പറയുന്നൊരു വേടാ. പക്ഷെ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? അവർക്കൊന്നുമില്ല. നമ്മുടെ കുറവുകൾ നമുക്ക് കിട്ടാത്തത് ഇതൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല. അവർക്ക് ഇന്നെന്ത് കിട്ടും, ഇന്നെന്ത് എനിക്ക് നടക്കുമോ, ഈ കാര്യം ഞാൻ ആഗ്രഹിച്ച കാര്യം നടക്കുമോ നടക്കില്ലേ. അപ്പം അത് നമ്മൾ പാരൻസ് ചിന്തിക്കണം. അത് അവൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമ്മളൊരു പ്രാവശ്യം ചിന്തിക്കുക. പിന്നെ രണ്ടാമത് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ദോഷമുണ്ടോ എന്ന് ചിന്തിക്കുക. എന്നിട്ട് അത് അവന് ചെയ്തു കൊടുത്തോണ്ട് അവന് വല്ല ഗുണവും ദോഷമുണ്ടോ, ഈ 2-3 കാര്യങ്ങൾ നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ചിട്ട് അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്കും കൺവിൻസ് ആവും, നമ്മുടെ ആഗ്രഹത്തിലേക്ക് അവർ വരും ചെയ്യും. പലരും ചെയ്യില്ല, ചെയ്യാതെ ഫൈറ്റ് ചെയ്യലാണ് മെയിൻ മാതാപിതാക്കൾ ചെയ്യുന്നത്. ബാംഗ്ലൂർ വർക്ക് മോൻ ചെയ്യുന്ന അവൻ ആദ്യം പോയ സമയത്ത് അവൻ്റെതായ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കാശേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്നുണ്ടാവുന്ന എക്സ്ട്രാ ചിലവുകൾ വരും. ചില ബൈക്ക് കേടായി അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നു, അപ്പോൾ അവൻ്റെ ആ ഒരു ഇത് താളം തെറ്റും, പൈസ കറക്റ്റ് ആവില്ല. അപ്പോൾ ചിലപ്പോൾ അവന് എന്നും കഴിക്കുന്നതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊരു ഫുഡ് കഴിക്കണം എന്ന് തോന്നും. അപ്പോൾ ഈ പൈസ അമ്മോട് ചോദിക്കാനായിട്ട് അവർക്ക് മടിയാണ്. ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും അപ്പനോടും അമ്മയോടും ചോദിക്കാന്ന് പറയുന്നത് ഒരു ചമ്മലുള്ള ഒരു കാര്യമാണ്. ജോലി കിട്ടിയിട്ട് ചോദിക്കാന്ന് പറഞ്ഞാൽ അതിനൊക്കെ വലിയ ചമ്മലാണ്. പക്ഷെ ഞാനത് മനസ്സിലാക്കും.
ഞാൻ മനസ്സിലാക്കിയിട്ട് ലാസ്റ്റ് ആകുമ്പോൾ ഏകദേശം ആ മന്ത് എൻഡ് ആകുമ്പോൾ ഡാ എന്തായി എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ കണ്ട് വിളിക്കും. ആ കുഴപ്പമില്ലമ്മ, എനിക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല. അല്ല, ഞാൻ ചുമ്മാ നിനക്ക് കുറച്ച് പൈസ അയച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല അമ്മ, എനിക്ക് ആവശ്യമില്ല പറയും. അല്ല, നീ അത് എന്തെങ്കിലും ചെയ്യേ. അപ്പോൾ അവൻ പറയും എനിക്ക് നല്ല ടൈറ്റായിരുന്നു അമ്മ, ഞാൻ അമ്മോടെ എങ്ങനെ ചോദിക്കാമെന്ന് വെച്ചിട്ട് ഇരിക്കുകയായിരുന്നു. ഈ പ്രാവശ്യം എനിക്ക് ഇന്ന ദിവസം അസുഖം വന്നപ്പോൾ കുറേ മെഡിസിൻ ചിലവ് വന്നു, അങ്ങനെ വന്നു ഇങ്ങനെ ശരിക്കും ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചിട്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇതെങ്ങനെയാണ് അമ്മയ്ക്ക് മനസ്സിലായി എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഊഹിക്കും, ഞാൻ മനസ്സിൽ വിചാരിക്കും ഇന്നത് കുറവുണ്ടാവും, അവ ഇങ്ങോട്ട് വന്നപ്പോൾ ചിലവായിട്ടുണ്ട്, അങ്ങോട്ട് പോയപ്പോൾ ചിലവായി. ഇങ്ങനെ അങ്ങനെ ഒന്ന് പാരൻസ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് അവർക്ക് കൊടുക്കാൻ സാധിക്കും. ചെറിയ മോന് മുടി ഭയങ്കര വളർത്താനൊക്കെ സ്റ്റൈല്, കാത് കുത്തണം, പിന്നെ കുരിശിന്റെ കമ്മലിടണം, മുടി കളർ ചെയ്യണം, ടാറ്റു അടിക്കണം, ഇതൊക്കെ വന്ന് പറയും. ഞാൻ ഒരു തടസ്സവും നിൽക്കാറില്ല. അപ്പം അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു പുറം മുഴുവനും ടാറ്റു അടിക്കണം എന്ന് പറഞ്ഞു. ഒരു ഈഗിളിൻ്റെ പിക്ചറും കൊണ്ടുവന്ന് എന്നിട്ട് അത് മുഴുവൻ അടിച്ചിരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മോനെ, അമ്മയ്ക്ക് ഈ മാസം ഇത്ര ചിലവുകളുണ്ട്, നിൻ്റെ ഈ ഫുൾ പിക്ചർ അടിക്കണമെങ്കിൽ ഏകദേശം ഇത്ര പൈസ വരും. അത് വരും, അതിപ്പോൾ എന്തായാലും നടക്കില്ല. അപ്പോൾ അവൻ തന്നെ കുറച്ചേരം ഇരുന്ന് ആലോചിച്ചു, അല്ലെങ്കിൽ വേണ്ട, എനിക്ക് ജോലി കിട്ടിയിട്ട് ഞാൻ ചെയ്യട്ടെ. ഇപ്പം തന്നെ പെർമിഷൻ വാങ്ങിച്ചവൻ. അപ്പം ഞാൻ എന്താണെന്ന് അവനറിയാം. അപ്പോൾ അവൻ്റെ പെർമിഷൻ ഇപ്പോൾ വാങ്ങി വെക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ ജോലി കിട്ടിയതിന് ശേഷം ആ കമ്പനിക്ക് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ നീ ചെയ്തോ, എനിക്ക് കുഴപ്പമില്ല, നിന്റെ ശരീരം, ഞാനതിൽ ചിന്തിക്കണില്ല, നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞു. എന്നാൽ ഞാനൊരു ചെറുതടിച്ചോട്ടെ. അപ്പോൾ ഞാൻ ചെറുതടിച്ചോ, പക്ഷെ പൈസ എൻ്റെ കയ്യിലില്ല കേട്ടോ, എൻ്റെ കയ്യിൽ തരാനായിട്ടില്ല. ചേട്ടൻ ഇറങ്ങി, ഞാൻ പൈസ തരാം, ഞാനും അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും പോയിട്ട് അവർ തന്നെ ഡിസൈൻ ചെയ്ത് അവർ തന്നെ ടാറ്റു ചെയ്ത് അവർ തന്നെ പൈസ ഇറക്കി. പിന്നെ ഞാൻ പൈസ വന്നപ്പോൾ മോനയച്ചു കൊടുത്തിട്ട് എന്തിനമ്മ എനിക്കിപ്പോൾ പൈസ അയക്കണം, വെറുതെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അല്ല, എനിക്ക് വേണ്ട, ആവശ്യമില്ല പറഞ്ഞു. എനിക്ക് എൻ്റെ മനസ്സിലുണ്ട് ടാറ്റു അടിച്ച് പിന്നെ എക്സ്ട്രാ പൈസ പോയിട്ടുണ്ട്, അവിടെ പോയി ആ പൈസ അടിച്ചിട്ടുണ്ട്, ഇതൊക്കെ എനിക്കറിയാലോ. അവർക്ക് എന്തൊക്കെ ചിലവ് വരുന്നുണ്ട്, അവരുടെ വരുമാനം എത്രയാണ്, അതിൽ നിന്ന് ഇങ്ങനെ ചിലവായി കഴിഞ്ഞാൽ ഇത്ര പോകുന്നൊക്കെ അറിയാലോ. അപ്പം ഞാൻ പറഞ്ഞു ആ പൈസ നീ സേവ് ചെയ്തോ, നിനക്ക് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ നീ നിൻ്റെ അക്കൗണ്ടിൽ സേവ് ചെയ്തിട്ടോ, ഞാൻ എന്തായാലും നിനക്ക് തന്നു എന്ന് പറയും. അങ്ങനെ അവരെ സേവിങ്സും നമ്മൾ മക്കളെ പഠിപ്പിക്കേണ്ടതുണ്ട് കേട്ടോ. സേവിങ്സ് പഠിപ്പിക്കുമ്പോഴും ഒരു പോയിൻ്റ് ഇങ്ങനെ, നിങ്ങൾക്ക് എന്ത് സാധനം വാങ്ങിക്കുമ്പോഴും ആവശ്യമുള്ളതാണോ, ആവശ്യമില്ലാത്തതാണോ, അനാവശ്യമാണോ, അത്യാവശ്യമാണോ, ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് വേണം ഓരോ കാര്യം ചെയ്യാനെന്ന് പറയും. അതെൻ്റെ ഡാഡി എന്നെ പഠിപ്പിച്ചേട്ടാ. ഒരു 10 വയസ്സ് മുതൽ ഡാഡിയുടെ കണക്ക് എഴുതുന്ന ആൾ ഞാനാണ്. ഡാഡി ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ കൃത്യമായ ഒരു സാലറിയാണ്. അപ്പോൾ ആ സാലറിയിൽ ഉള്ളിൽ വെച്ച് വേണം ഫാമിലി ഫുള്ള് കഴിയാൻ. ഡാഡി മാത്രമാണ് ജോലിക്കാരൻ. അപ്പോൾ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് കണക്കെഴുതാനിരിക്കണം. അന്നത്തെ ചിലവുകൾ അത് പിച്ചക്കാരന് കൊടുത്ത 10 പൈസ ഉണ്ടെങ്കിൽ അതുവരെ എഴുതണം. എന്നിട്ട് അത് കൂട്ടിയിട്ട് കുറച്ചിട്ട് ബോക്സിലാണ് പൈസ ഇട്ടേക്കുക. ആ പൈസ ഉണ്ടോയെന്ന് എണ്ണി നോക്കി തിട്ടപ്പെടുത്തി വെക്കണം എല്ലാ ദിവസവും നൈറ്റ്. അതിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ ഡാഡി പറയുന്ന ഡയലോഗാണിത്: ആവശ്യം, അനാവശ്യം, അത്യാവശ്യം. ഈ 3 വാക്ക് എന്നേരം പറയും. ഇതിൽ ഏറ്റവും അധികം നമ്മൾ എടുക്കാനുള്ളത് അത്യാവശ്യങ്ങളാണ്. പിന്നെ സെക്കൻഡ് ഓപ്ഷനാണ് ആവശ്യം. അനാവശ്യം നമുക്ക് ഒഴിവാക്കാം, പൈസയ്ക്ക് അനുസരിച്ച് ഒഴിവാക്കാം. അത് ഞാൻ ഇന്നും എപ്പോഴും ആലോചിച്ച് ചെയ്യും. നമുക്ക് കിട്ടുന്ന വരുമാനം എത്രയാണെന്ന് കണക്കാക്കിയിട്ട് ബാങ്കിലേക്ക്, ഇതിലേക്ക്, ടൂറിലേക്ക് അങ്ങനെയൊക്കെ തിരിച്ചേക്കും. ഈ ടൂറിൽ നിന്നാണ് ഇവർക്കുള്ള പൈസ, യാത്രാ ചെലവുകൾ, പെട്രോൾ, ഇതൊക്കെ പോവുള്ളൂ. ഇതിൽ തീർന്നാൽ തീർന്നു. മറ്റോടത്ത് പൈസ ഉണ്ടായിരിക്കുന്നത്, പക്ഷെ അത് എടുക്കില്ല, ഒരിക്കലും എടുക്കില്ല. പലരും ഇതറിയില്ല. അപ്പം കിട്ടുന്നതിൽ നിന്ന് അങ്ങോട്ട് എല്ലാതും അങ്ങോട്ട് ആക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് ഒട്ടും സേവിങ്സ് ഉണ്ടാവില്ല. അപ്പം ഞാനത് ഇവരെ എപ്പോഴും പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടക്കം മുതലേ പഠിച്ചാൽ അവർ ജീവിതകാലം മുഴുവൻ അത് കൊണ്ടുപോകും. എന്തായാലും ഇവരെ രണ്ടുപേരും എനിക്കും കൂടി അടുത്തറിയാവുന്ന 2 പേരാണ്. വളരെ കുട്ടിക്കാലം തൊട്ട് തന്നെ അറിയുന്ന ആൾക്കാരാണ്. അതിൽ മൂത്താൾ പറഞ്ഞ പോലെ റാങ്ക് ഹോൾഡറായി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഹാപ്പി ആയിരുന്നു. കാരണം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നൊരു വഴിയിൽ നമ്മുടെ നാട്ടിലുള്ള ഒരാൾ, നമ്മുടെ സുഹൃത്തിൻ്റെ മകൻ ഇങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് നേടാന്ന് പറയുമ്പോൾ അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു പ്രൊജക്റ്റ് തുടങ്ങുന്നു, ഈ പ്ലേ സ്കൂൾ തുടങ്ങുന്നു, നമ്മുടെ മക്കളെ അവിടെ സ്റ്റുഡൻ്റ് ആക്കിയിട്ടാണ്. മറ്റുള്ളവരിൽ പരീക്ഷിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ മക്കൾ അവിടെ തന്നെയാണ് പഠിക്കുന്നത്. സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിലും എൻ്റെ 2 മക്കളും അവിടെ തന്നെയാണ് പഠിച്ചത്. മൂത്താള് ഹരിത, രണ്ടാമത്തെ ആള് പ്രണവ്. രണ്ടുപേരും
പുത്തൂർ ഡേക്കർ ആൻഡ് പ്ലേ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു. ആദ്യ അക്ഷരങ്ങൾ എഴുതാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വലിയൊരു സന്തോഷം കൂടി ഉണ്ട്. നമ്മളിപ്പോ ഈ ഇരിക്കുന്നതടക്കമുള്ള ഒരു സൗഹൃദത്തിന്റെ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത് ടിറ്റോ ചേട്ടനാണ്. ടിറ്റോ ചേട്ടനെ നമ്മൾ ഗായക സംഘം തൊട്ട് അറിയാം, വർഷങ്ങളായിട്ട് അറിയാം. ഹസ്ബൻഡ് എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ ഒരു ഫാമിലി മാൻ എന്നുള്ള രീതിയിലും അതുപോലെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഒരു ബാക്ക് ബോണായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നു എന്നുള്ള രീതിയിലും അതൊരു വലിയ ഘടകമാണ് നമ്മുടെ ഒരു ലൈഫിൽ. ആ ഒരു പാർട്ട്ണർഷിപ്പ് അതിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ എന്നെല്ലാം ടു സെഡ് പഠിപ്പിച്ചത് ടിറ്റോ ചേട്ടനാണ്. കാരണം ഈ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് 20 വയസ്സാണുള്ളത്. മണി മാനേജ്മെൻറ്റ് ഡാഡി പഠിപ്പിച്ചതെന്നുണ്ടെങ്കിലും ഇതൊക്കെ വേണം, ഇന്നതുപോലെ ചെയ്യണം. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ എനിക്കൊരു സെക്ഷനാണ്, ഞാനും ജോലി ചെയ്യുന്നുണ്ട്, ടിറ്റോ ചേട്ടനും ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന സെക്ഷൻ എൻ്റെ, അതായത് കുട്ടികളെ ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഞാനാണ് കൈകാര്യം ചെയ്യുന്നത്. ആ ഒരു സെക്ഷൻ മാത്രമേ എനിക്കുള്ളൂ. പിന്നെ വീട്ടിലേക്ക് വേണ്ടുന്ന വീട്ടു ചെലവുകൾ, അതായത് ഫങ്ഷനുകൾ നടത്തുന്നത്, അതിന് വേണ്ട ഭക്ഷണ സാധനങ്ങൾ, ഫുഡിൻ്റെ ഫുൾ ഐറ്റംസ് ടിറ്റോ ചേട്ടൻ്റെ സെക്ഷനാണ്. അപ്പോൾ വീട്ടിലൊരു ഗസ്റ്റ് വരികയാണെങ്കിലും ബർത്ത്ഡേ സെലിബ്രേഷൻ ആണെങ്കിലും അതിലേക്കൊന്നും എൻ്റെ ഒരു സഹകരണം ഇല്ല, പൈസയുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം ഇല്ല, സപ്പോർട്ടില്ല. അപ്പം അങ്ങനെ 2 കാറ്റഗറി ആക്കി തിരിച്ചേക്കണ കാരണം കൊണ്ട് എൻ്റെ സെക്ഷൻ ഞാൻ നന്നായിട്ട് ചെയ്യാം, ടിറ്റോ ചേട്ടൻ്റെ ഭാഗം ടിറ്റോ ചേട്ടൻ നന്നായിട്ട് ചെയ്യാം. അപ്പോൾ കുട്ടികളെ നോക്കണില്ലല്ലോ എന്ന് ചിലരൊക്കെ ചോദിക്കും, ടിറ്റോ നീ കുട്ടികളുടെ ഫീസൊന്നും നീ അല്ലേ അടയ്ക്കണേന്ന് ചോദിക്കും. അത് ഞാൻ ചെയ്യുന്നുണ്ട്, എൻ്റെ ഡ്യൂട്ടിയാണത്, അത് ഞാൻ പെർഫെക്റ്റായിട്ട് ചെയ്യുക. എൻ്റെ ഡ്യൂട്ടി ഞാൻ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വഴക്കില്ല, പ്രശ്നങ്ങളില്ല, ടിറ്റോ ചേട്ടനോട് പൈസ ചോദിക്കണില്ല, കുട്ടികളും ചോദിക്കില്ല. അത് അമ്മേരെ സെക്ഷനാണ്. എന്നാൽ ഫുഡിൻ്റെ എന്ത് സാധനം ചോദിക്കണമെങ്കിൽ എനിക്കത് വാങ്ങിച്ചു തരണം, എനിക്ക് ഐസ്ക്രീം വേണം, ഇതൊക്കെ ചോദിക്കുന്നത് അപ്പനോടാ, എന്നോട് ചോദിക്കണില്ല. ടിറ്റോ ചേട്ടനാണ് ആ ഒരു നിയമം കൊണ്ടുവന്നേക്കണേ കേട്ടോ. ടിറ്റോ ചേട്ടൻ ക്യാൻസർ വരുന്നത് വരയ്ക്കും എല്ലാം ടിറ്റോ ചേട്ടനാണ് ചെയ്തിരുന്നത്. ഞാനിത് പണിയെടുക്കും, പൈസ ടിറ്റോ ചേട്ടന് കൊണ്ടുപോയി കൊടുക്കും. ടിറ്റോ ചേട്ടനാണ് എല്ലാം മാനേജ് ചെയ്തിരുന്നത്. പിന്നെ അസുഖത്തിന് ശേഷം മണി മാനേജ്മെന്റ് നമ്മൾ കൂടി പഠിച്ചു. കാരണം ഒറ്റയ്ക്ക് ടിറ്റോ ചേട്ടന് അത് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് കണ്ടപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നത് മാത്രം ടിറ്റോ ചേട്ടനായി, പിള്ളേരുടെ കാര്യം ഞാനാക്കി, കുട്ടികളുടെ എല്ലാ ഫീസും കാര്യങ്ങളും എല്ലാം എനിക്ക് പിന്നെ ഇങ്ങനെ എടുത്തു വെക്കുന്ന ഒരു ക്യാരക്ടറൊക്കെ ഉള്ളതുകൊണ്ട് ഫീസിൻ്റെ കാര്യത്തിനൊക്കെ കറക്റ്റായിട്ട് അവിടെ ഉണ്ടാവും. ടൂറും കാര്യങ്ങളൊക്കെ എൻ്റെ സെക്ഷനാണ്. എവിടെ പോകണം എന്നുള്ളത് ഞങ്ങൾ 3 പേരും കൂടി തീരുമാനിക്കാം. ടിറ്റോ ചേട്ടാ ഔട്ടാണെന്നൊക്കെ പറഞ്ഞ് വിഷമൊക്കെ പറയുകയാണൊക്കെ. അതൊക്കെ ഈ മാറ്റി വെച്ചേക്കണ പൈസ എന്നാണല്ലോ നമ്മുടെ 3 ആക്കി തിരിച്ചിട്ടുള്ള അതിൽ നിന്നാണ് ഇത് ആയതുകൊണ്ട് അതൊക്കെ സിമ്പിളായിട്ട് നടക്കും കേട്ടോ. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ദുബായി പോയി, ലക്ഷദ്വീപിൽ പോയി, 5 കൊല്ലം കൂടുമ്പോഴേ പുറത്തുള്ള ട്രിപ്പുകൾ പ്ലാൻ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് അതിനുള്ള മണിയൊക്കെ റെഡിയാക്കും. അങ്ങനെയൊക്കെയാണ്. എന്തായാലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. പത്രമാറ്റ് സീരിയലിലാണ് നമ്മൾ തുടങ്ങിയത്. പിന്നെ നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് വഴികളിലൂടെ യാത്ര ചെയ്തു. എന്തായാലും പ്ലേ സ്കൂൾ ഈ പറഞ്ഞ പോലെ ഒരു 4 നൂറ്റാണ്ടിലേക്ക് കൊതിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ആക്ടിങ് ലൈഫ് ആണെങ്കിൽ വളരെ വേഴ്സറ്റൈലായിട്ടുള്ള വഴികളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. സീരിയലിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നു. അപ്പോൾ ഇനിയും ഈ യാത്ര ഒരുപാട് ദൂരം മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ആശംസകളും വിജയാശംസകളും നേരുന്നു. താങ്ക് യു. ഏതൊക്കെ വഴികളിലേക്കാണ് ഞാൻ തിരിയാന്നുള്ളത് എനിക്ക് ഇന്ന് പറയാൻ പറ്റില്ല. അതെ. നീ ഫിലിം ചെയ്യാൻ പറ്റുമോ ഇല്ലേ ഒന്നും അറിയില്ല. ഇതുവരെ സംഭവിച്ചതെല്ലാം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. ഓരോ സമയത്തും ദൈവം കൂടെ നടന്ന് എല്ലാതും ചെയ്തു വന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. എന്താ പറയുക, നമ്മൾ പറയില്ലേ തലയിലൊരു വര ഉണ്ടെങ്കിൽ അത് അവിടേക്ക് എത്തും എന്നറിയില്ലേ, അങ്ങനെ ഒരു വര ഉള്ളതുകൊണ്ട് മാത്രം അവിടെ ഇവിടെയൊക്കെ എത്തിച്ചെന്നത് നിൽക്കണതാണ് ഞാൻ എന്നൊക്കെ തോന്നുന്നു. എന്തായാലും ഗംഭീരമാവട്ടെ. ആശംസകൾ. താങ്ക് യു.